പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ലെ, നമ്മളവിടെ കുറെ ദിവസങ്ങളായിട്ട് നമ്മുടെ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള കുറെ ക്ലാസ്സുകളാണ് നമ്മൾ ഈ ചാനലിലൂടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ +1 എക്സാമിന്, അല്ലെ. അതിനുള്ളിൽ തന്നെ നമുക്ക് മാക്സിമം ചാപ്റ്റേഴ്സ് ഇനിയും തീർക്കാനായിട്ടുണ്ട്, അല്ലെ. അപ്പൊ എല്ലാവരും കുറെ നാളായിട്ട് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്, സാറേ ട്രിഗ്നോമെട്രി എടുക്കാവോ, അതേപോലെ ലോസ് ഓഫ് മോഷൻ എടുക്കാവോ, കെമിക്കൽ ബോണ്ടിങ് എടുക്കാവോ. ഈ 3 ചാപ്റ്റർ ആണ് ഇനി എന്റെ പ്രയോറിറ്റിയും. അപ്പം ഞാൻ ഉടനെ തന്നെ ഈ 3 ചാപ്റ്റർ തീർക്കും. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നേരെ തന്നെ നമ്മുടെ ചാപ്റ്ററിലേക്ക് പോവാം. കാരണം നമുക്ക് സമയം കളയാനായിട്ടില്ല. എന്താ പറയുന്നത്, ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ മാത്സിലെ ചാപ്റ്റർ 3 ആയിട്ടുള്ള ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. ഏതാണ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. വളരെ വലിയ ചാപ്റ്റർ ആണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ഫോക്കസ് ഏരിയ വന്നപ്പം ആകെ 2 ടോപ്പിക്കേ ഉള്ളൂ. ആ ഫോക്കസ് ഏരിയയിലുള്ള 2 ടോപ്പിക്സ് ആണ് ഏതൊക്കെ? ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും അതേപോലെ തന്നെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഓഫ് സം ആൻഡ് ഡിഫറൻസ് ഓഫ് 2 ആംഗിൾസ്. ഈ 2 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ ആ 2 ടോപ്പിക്സ് ഉള്ളെങ്കിൽ പോലും ആ 2 മണിക്കൂറെങ്കിലും ഇതെടുക്കും. ഫോക്കസ് ഏരിയ തന്നെ പറഞ്ഞ് അതിന്റെ പ്രോബ്ലംസും ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു വരും. സോ നമ്മൾ ഈ ഇവിടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞ ആദ്യത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക്ക് ഒരു വീഡിയോയിലും, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഓഫ് സം ആൻഡ് ഡിഫറൻസ് ഓഫ് 2 ആംഗിൾസ് എന്ന് പറഞ്ഞ 2 വീഡിയോയിലുമാണ് ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്, അതായത് ഈ വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്ന ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിനെ പറ്റി മാത്രമാണ്. അടുത്ത ക്ലാസ്, അടുത്ത വീഡിയോ ഉടനെ തന്നെ, അതായത് നാളെ തന്നെ ഞാൻ ഇടും. ആ നാളെ തന്നെ ഇടുമ്പോഴേക്കും ശ്രദ്ധിക്കുക, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഓഫ് സം ആൻഡ് ഡിഫറൻസ് ഓഫ് 2 ആംഗിൾസ് എന്ന് പറഞ്ഞാൽ നാളെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആണ്. നിങ്ങൾ ഈ വീഡിയോ ഇന്ന് തന്നെ കാണുക. എന്ത് ചെയ്യുക, അതിനുശേഷം നാളെ ഇതിന്റെ 2ാമത്തെ വീഡിയോയും കാണുക. പാർട്ട് 1 കണ്ടതിന് ശേഷം മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യാവുള്ളൂ, പാർട്ട് 2 കാണാവുള്ളൂ. ഇതിന്റെ അകത്താണ് ബേസിക്സ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇരിക്കുന്നത്. ആ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പ്രോബ്ലംസും ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിലേക്ക് കടക്കാം. ഓക്കെ, നോക്കി മക്കളെ, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് നമുക്ക് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന കുറച്ച് ട്രിഗ്നോമെട്രി ഉണ്ട്. അതായത് ഇതിനെപ്പറ്റി ഒന്നും അറിയാത്തവരും ട്രിഗ്നോമെട്രിനെ പറ്റി ജസ്റ്റ് ഒരു വട്ടം കേട്ടവർ മാത്രമാണെങ്കിൽ ഓർത്തിരിക്കുന്ന 3 കാര്യങ്ങളാണ് ഏതൊക്കെ, അല്ലെ. ട്രിഗ്നോമെട്രിനെ പറ്റി മാത്രം അറിയാവുന്നവരാണ് എന്തൊക്കെ കാര്യങ്ങൾ ഓർത്തിരിക്കുന്നത്? ഒന്ന് സൈൻ തീറ്റ, രണ്ടാമത്തെ എന്നതാ കോസ് തീറ്റ, മൂന്നാമത്തെ എന്നതാ ടാൻ തീറ്റ, അല്ലെ. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് ഒന്നും അറിയാത്ത പിള്ളേര് വരെ ഓർത്തിരിക്കുന്നത്, അല്ലെ. ട്രിഗ്നോമെട്രിനെ പറ്റി ജസ്റ്റ് കേട്ടിട്ടുള്ളവർ മാത്രം ഓർത്തിരിക്കുന്ന 3 കാര്യങ്ങളാണ് ഏതൊക്കെ? സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, അല്ലെ. ഇനി നോക്കിയേ, ഞാൻ ഇത് 3 മാത്രമല്ല, ഇനിയും ഒരു 3 എണ്ണം കൂടി ഉണ്ട്. അതും 3 കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഏതൊക്കെയാ? സൈൻ തീറ്റ, അതുപോലെ തന്നെ വേറെണ്ണമാണ് കൊസീക് തീറ്റ. വേറെണ്ണം കോസ് തീറ്റ പോലെ തന്നെ വേറെണ്ണം ഉണ്ട്, ഏതാ? സീക് തീറ്റ. വേറെ ഏതാ? കോട്ട് തീറ്റ. അപ്പൊ ഇങ്ങനത്തെ 3 എണ്ണം ഉണ്ട് എക്സ്ട്രാ ആയിട്ട്. അപ്പൊ മൊത്തം 6 എണ്ണമാണ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എത്രയാണ്? 6 എണ്ണം. ഒന്നാമത്തത് സൈൻ തീറ്റ, രണ്ടാമത്തത് കോസ് തീറ്റ, മൂന്നാമത്തത് ടാൻ തീറ്റ, നാലാമത്തത് കൊസീക് തീറ്റ, അഞ്ചാമത്തത് സീക് തീറ്റ, ആറാമത്തത് കോട്ട് തീറ്റ. ഇനി നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ടത് ഇത് തമ്മിലുള്ള കുറെ റിലേഷൻഷിപ്സ് ഉണ്ട്. ഈ 6 കാര്യങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. ആ 6 റിലേഷൻഷിപ്സ് അറിഞ്ഞാൽ നമ്മുടെ ട്രിഗ്നോമെട്രി നമുക്ക് സുഖമായിട്ട് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കി കഴിഞ്ഞാൽ ഈ സൈൻ തീറ്റയും കൊസീക് തീറ്റയും താഴെയല്ലേ എഴുതിയിരിക്കുന്നത്, അല്ലെ. സൈൻ തീറ്റയും കൊസീക് തീറ്റയും താഴെ. അപ്പൊ ഇവർ തമ്മിലൊരു ബന്ധമുണ്ട്. അത് ഇതാണ്, നോക്കിയേ. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ 1 കൊസീക് തീറ്റയാണ്. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 കൊസീക് തീറ്റ. അതിന്റെ അർത്ഥം സൈൻ തീറ്റയുടെ റെസിപ്രോക്കൽ ആണ് ഏത്? കൊസീക് തീറ്റ. മനസ്സിലായല്ലോ? സൈൻ തീറ്റയുടെ റെസിപ്രോക്കൽ ആണ് ഏത്? കൊസീക് തീറ്റ. മനസ്സിലായല്ലോ? അപ്പം എനിക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. സൈൻ തീറ്റയുടെ വാല്യൂ എനിക്ക് അറിയത്തില്ല, പക്ഷെ കൊസീക് തീറ്റ എനിക്ക് 2 ആണെന്നറിയാം. കൊസീക് തീറ്റ എത്രയാ? 2. അപ്പൊ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഇതിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ തിരിച്ചിടുക. അതായത് ഏതാ? 1/2. ഇത് 2 എന്ന് പറഞ്ഞാൽ 2/1 അല്ലേ. ഇത് തിരിച്ചിടുമ്പോൾ 1/2. വേറൊരു ഉദാഹരണം കാണിച്ചു തരാം. കൊസീക് തീറ്റ എന്ന് പറഞ്ഞാൽ 7/2. 7/2. കൊസീക് തീറ്റ എത്രയാ? 7/2. അപ്പൊ ഇത് സൈൻ തീറ്റ എത്രയായിരിക്കും? തിരിച്ചിടണം. എത്ര കിട്ടും? 2/7. അപ്പൊ അതാണ് റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ 1 കൊസീക് തീറ്റ. അതേപോലെ ഞാൻ കോസിന്റെ താഴെ ആരാ എഴുതിയിരിക്കുന്ന? സീക്ക്. അപ്പൊ എനിക്ക് ഇങ്ങനെ എഴുതാം, കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വലാ? 1 സീക് തീറ്റയോടും ഈക്വലാ. മനസ്സിലായല്ലോ? അപ്പൊ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വലാ? 1 സീക് തീറ്റ. ഇനി തിരിച്ച് നമുക്ക് അടുത്ത 3ാമത്തെ ഉണ്ടല്ലോ, ടാനും കോട്ടും. അപ്പൊ അവരും തമ്മിലൊരു ബന്ധം വേണ്ടേ? അപ്പൊ അവര് തമ്മിലുള്ള ബന്ധമാണ് ഇത്. നോക്കിയേ, ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ 1 കോട്ട് തീറ്റ. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വലാ? 1 കോട്ട് തീറ്റ. അപ്പൊ നോക്കിയേ, ഇവര് 3 തമ്മിലുള്ള റിലേഷൻ കിട്ടിയില്ലേ?
ഏതൊക്കെയാ? സൈൻ തീറ്റയും കൊസീക് തീറ്റയും ഈക്വൽ 1/cos തീറ്റ ആണ് അല്ലെ? കൊസീക് തീറ്റ ആണ്. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ 1/cosec തീറ്റ ആണ്. റെസിപ്രോക്കൽ ആണ്. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ 1/sec തീറ്റ ആണ്. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ 1/cot തീറ്റ. ഇനി വേണേൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇതിനെ തിരിച്ചു എഴുതാം. തിരിച്ചെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? വേണേ ആദ്യം കൊസീക് തീറ്റ എഴുതാം. കൊസീക് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 1/cosec തീറ്റ, അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതാലോ. കൊസീക് തീറ്റ എന്ന് പറഞ്ഞാൽ 1/sin തീറ്റ. റെസിപ്രോക്കൽ ടു ഈച്ച് അതർ. എന്താ പറയുന്നത്? റെസിപ്രോക്കൽ. ഇതെല്ലാം എന്താണ്? റെസിപ്രോക്കൽ. അപ്പൊ സൈൻ തീറ്റയുടെ റെസിപ്രോക്കൽ ചോദിച്ചാൽ എന്താ? സൈൻ തീറ്റയുടെ റെസിപ്രോക്കൽ കൊസീക് തീറ്റ. കൊസീക് തീറ്റയുടെ റെസിപ്രോക്കൽ സൈൻ തീറ്റ. ഇനി നോക്കി, ഇവിടെ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 1/sec തീറ്റ. ഇതിന്റെ അകത്ത് സീക് തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് വരും? സീക് തീറ്റ എന്ന് പറഞ്ഞാൽ 1/cos തീറ്റ. സീക് തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1/cos തീറ്റ. അതേപോലെ കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇവിടെ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു 1/cot തീറ്റ. അപ്പൊ കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 1/tan തീറ്റ. മനസ്സിലായല്ലോ? 1/tan തീറ്റ. മനസ്സിലായോ മക്കളെ? സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 1/cosec തീറ്റ, കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 1/sec തീറ്റ, ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു 1/cot തീറ്റ. തിരിച്ചു പറയാം അല്ലെ? അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ. കൊസീക് തീറ്റാനെ 1/sin തീറ്റ, സീക് തീറ്റാനെ 1/cos തീറ്റ, കോട്ട് തീറ്റാനെ 1/tan തീറ്റ. ഇനി നമ്മൾ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. കൊസീക് തീറ്റയും സൈൻ തീറ്റയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? അതായത് റെസിപ്രോക്കൽസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കറിയാം എത്ര ആൻസർ? 1 ആണ് അല്ലെ? സൈൻ തീറ്റ ഇൻറ്റു കൊസീക് തീറ്റ ഇസ് ഈക്വൽ ടു 1. അതുപോലെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താലോ? കോസ് തീറ്റ ഇൻറ്റു സീക് തീറ്റ മൾട്ടിപ്ലൈ ചെയ്താലും എത്ര തന്നെയാണ്? 1 ആണ് അല്ലെ? അതേപോലെ ടാൻ തീറ്റ ഇൻറ്റു കോട്ട് തീറ്റ ചെയ്താലും എത്ര തന്നെയാണ്? ടാൻ തീറ്റ ഇൻറ്റു കോട്ട് തീറ്റ ചെയ്താലും എത്ര തന്നെയാണ് നമുക്ക് കിട്ടുന്നത്? 1 ആണ് അല്ലെ? ഇത് 3 കാര്യങ്ങളും ഓർത്ത് വെക്കുക. ഈ റെസിപ്രോക്കൽസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? നോക്കിയേ, ഓരോ കാര്യങ്ങൾ അറിയേണ്ടതാണ്. സൈൻ തീറ്റ എന്നതാ, കൊസീക് തീറ്റ എന്നതാ, അതൊക്കെ നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം. ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നിങ്ങളുടെ 10ാം ക്ലാസ്സിലും എല്ലാം 10ാം ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തത്, 10ാം ക്ലാസ്സിൽ എല്ലാം എന്താ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇനി കുറച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട്. അപ്പൊ ഈ കാര്യങ്ങൾ ആദ്യം ഓർത്ത് വെക്കാം. നോക്കിയ മക്കളെ, നമ്മള് ഒരു റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിരിക്കുക. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കണ്ടോ? ഇതാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുത്തിരിക്കുന്നത്. ഇത് നോക്കിയേ, നമുക്കറിയേണ്ടത് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സീക് തീറ്റ, കൊസീക് തീറ്റ, കോട്ട് തീറ്റ, ഇത്രയും കാര്യങ്ങളാണ് അറിയേണ്ടത്. അപ്പൊ നോക്കിയേ, സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ, സൈൻ തീറ്റ ഇതല്ലേ തീറ്റ, ഇതാണ് തീറ്റ. ഇതിനകത്തെ നോക്കിയേ, സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? തീറ്റയുടെ ഓപ്പോസിറ്റ് പി. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് പി ബൈ ഹൈപ്പോട്ടന്യൂസ് ആണോ? പി ബൈ എച്ച്. മനസ്സിലായല്ലോ? അപ്പൊ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. മനസ്സിലായല്ലോ? ഓപ്പ് ബൈ ഹൈപ്പ്. ഓപ്പ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൈപ്പോട്ടന്യൂസ്. നോക്കിയേ, സൈൻ തീറ്റ ഇതാണെങ്കിൽ കൊസീക് തീറ്റ അതിന്റെ റെസിപ്രോക്കൽ അല്ലേ? സൈൻ തീറ്റയുടെ റെസിപ്രോക്കൽ ആണ് ആര്? കൊസീക് തീറ്റ. അപ്പൊ നമുക്ക് എന്ത് വരും? ഇവിടെ പി ബൈ എച്ച്, അത് തിരിച്ചിട്ടാ പോരെ? അതായത് എച്ച് ബൈ പി എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഹൈപ്പോട്ടന്യൂസ് ബൈ എന്താണ്? പി എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ അല്ലെ? ഇവിടെ ഓപ്പോസിറ്റ് സൈഡ്. ഇനി നോക്കി, അടുത്ത കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. തീറ്റയുടെ അടുത്തുള്ള ആരാ? ബി. ഹൈപ്പോട്ടന്യൂസ് ഏതാ? എച്ച്. അപ്പൊ എന്ത് വരും? ബി ബൈ എച്ച്. എന്ന് പറഞ്ഞാൽ എന്താ? ബി എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് അല്ലെ? മറ്റേത് എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈപ്പോട്ടന്യൂസ്. അതേപോലെ തന്നെ കോസ് തീറ്റ അതാണെങ്കിൽ സീക് തീറ്റ ഇത് തിരിച്ച് എച്ച് ബൈ, ഇവിടെ ബി ബൈ എച്ച് ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും? എച്ച് ബൈ ബി, അതായത് ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസന്റ്. മനസ്സിലായില്ലേ? ഇനി നോക്കി, ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് ബൈ എന്താ? അഡ്ജസന്റ്. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് പി ബൈ അഡ്ജസന്റ് എന്ന് പറഞ്ഞാൽ ഏതാ? ബി. ഇവിടെ എന്ത് വരും? ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ബി. ബി എന്ന് പറഞ്ഞാൽ ഏതാ? അഡ്ജസന്റ്. മനസ്സിലായല്ലോ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. അപ്പൊ കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ നേരെ തിരി, ബി ബൈ പി. ബി എന്ന് പറയുന്നത് അഡ്ജസന്റ്, പി എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ്. മനസ്സിലായല്ലോ? ഈ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇതിന് മെയിൻ ആയിട്ട് ഈ 3 ഓർത്ത് വെച്ചാൽ മതി. ബാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറിയാൻ പറ്റും. അപ്പൊ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. മനസ്സിലായാലും ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇതിനകത്ത് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടും. സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, ഇത് മൂന്നും തമ്മിലുള്ള ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങൾ ഓർത്ത് വെക്കുക. സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ. അതായത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഇത് തമ്മിലുള്ള റേഷ്യോ ഏതൊക്കെ? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. ഈ ഒരു റിലേഷൻ ഓർത്ത് വെക്കുക. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. ഇനി വേണമെങ്കിൽ നമുക്ക് തിരിച്ചും പറയാം. ടാൻ കഴിഞ്ഞടുത്ത് ഏതാ? കോട്ട് തീറ്റ. കോട്ട് തീറ്റ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ടാന്റെ റെസിപ്രോക്കൽ ആണ് കോട്ട് അല്ലെ? ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാലോ? ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ 1/cot തീറ്റ. കുറച്ച് മുമ്പേ പറഞ്ഞില്ലേ? അപ്പൊ ഇതുപോലെ തന്നെ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ നമുക്ക് എങ്ങനെ എഴുതാം? കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്നും എഴുതാം. എഴുതാം കോസ് തീറ്റ ബൈ സൈൻ തീറ്റ.
ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഈ ഫോർമുല എല്ലാം ഓർത്ത് വെക്കുക. കുറെ ഫോർമുലാസ് ഉണ്ട്, അതെല്ലാം എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഏതൊക്കെയാ? ഒന്ന് ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ, കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ ഇത് തിരിച്ചിടുന്നു, കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? മക്കളെ, നമുക്ക് ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസ് എന്ന് പറഞ്ഞ് 3 എണ്ണം പഠിക്കാനുണ്ട്. ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസ് എന്ന് പറഞ്ഞാൽ 3 ഇമ്പോർട്ടന്റ് ആണ്. 3 അറിഞ്ഞാലേ ഉള്ളൂ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അറിയുക ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസ്. ഇത് നമുക്ക് ലോഗരിതം ടേബിളിലും അവൈലബിൾ ആണ് കേട്ടോ. ലോഗരിതം ടേബിളിൽ നിങ്ങൾ നോക്കിയാൽ മതി ഈ ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസ് ഒക്കെ കാണും. ഇപ്പൊ ഏതൊക്കെയാ ഉള്ളത്? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എത്രയാണ്? 1 ആണ്. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എത്രയാണ്? 1. ഈ തീറ്റയുടെ അകത്ത് എന്ത് വേണേലും വരാം. അപ്പൊ സൈൻ സ്ക്വയർ 2 പ്ലസ് കോസ് സ്ക്വയർ 2 എത്രയാ? 1 ആണ്. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എല്ലാം എന്ത് തന്നെയാണ്? 1. അപ്പൊ സൈൻ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ എക്സ് സ്ക്വയർ എല്ലാം എന്ത് തന്നെയാണ്? 1. തീറ്റയുടെ സ്ഥാനത്ത് എന്ത് വേണേലും ആവാം, പക്ഷെ രണ്ടിടത്തും എന്താണോ സെയിം ആയാൽ ആൻസർ എത്രയാണ്? 1. അപ്പൊ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എത്രയാണ്? 1 ആണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നോക്കിയേ, രണ്ടാമത്തെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വലാ? സീക് സ്ക്വയർ തീറ്റയോട് ഈക്വലാ. 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്താണ്? സീക് സ്ക്വയർ തീറ്റ. അതേപോലെ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? 1 പ്ലസ് ടാൻ സ്ഥാനത്താകുമ്പോൾ കോട്ടായി, സീക്ക് ആകുമ്പോൾ എന്താവും? കൊസീക് സ്ക്വയർ തീറ്റ. മനസ്സിലായല്ലോ? അപ്പൊ ഈ 3 ഐഡന്റിറ്റീസും ഓർത്തു വെക്കുക. ഏതൊക്കെയാന്ന് മനസ്സിലായല്ലോ? ഒന്നാമത്തെ ഐഡന്റിറ്റി ഏതാ? ഒന്നാമത്തെ ഐഡന്റിറ്റി സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എത്രയാണ്? 1 ആണ്. നമുക്ക് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അകത്ത് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന് ഓരോന്നിനും ഓരോ ഇക്വേഷൻ ഉണ്ടാക്കാം. സൈൻ സ്ക്വയർ തീറ്റ ഈ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇപ്പുറത്തോട്ട് പോകും. ആദ്യം അപ്പുറത്തോളം എഴുതാ 1 പ്ലസ് അപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസ് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. അതേപോലെ തന്നെ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് വരും? കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ അപ്പുറത്തോട്ട് ഉണ്ടായാൽ പോരെ, 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. അപ്പൊ ഈ 3 ഇക്വേഷൻ ഇതിനകത്ത് തന്നെ കിട്ടുന്നതാണ്. ഇതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ഇത് ഓർത്ത് വെക്കണമെന്നില്ല, നമുക്ക് ഈ ഇക്വേഷൻ തന്നെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം. രണ്ടാമത്തെ നോക്കി, 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്താണ്? 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ സീക് സ്ക്വയർ തീറ്റയാണ്. 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്താണ്? സീക് സ്ക്വയർ തീറ്റ. ഇതിനകത്ത് നിന്ന് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ പ്ലസ് 1 അപ്പുറത്തോട്ട് പോകും. ഓൾറെഡി ആരുണ്ട് ഇവിടെ? സീക് സ്ക്വയർ തീറ്റ ഉണ്ട്. പ്ലസ് 1 ഇപ്പുറത്തോട്ട് വരുമ്പോൾ സീക് സ്ക്വയർ തീറ്റ മൈനസ് 1. അതേപോലെ തന്നെ നമുക്ക് എന്ത് എഴുതാം? ഈ 1 എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വലാ? 1 എന്ന് പറഞ്ഞാൽ 1നെ ഇവിടെ നിർത്തി, ബാക്കി ടാൻ സ്ക്വയർ തീറ്റ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്ത് വരും? സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ. അപ്പൊ സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ എത്രയാണ്? 1 ആണ്. അതും കൂടെ ഓർത്തു. ഇതായി. ഇനി നോക്കി, ഈ ഇതിനകത്ത് നമുക്ക് ഉണ്ടാക്കാമല്ലോ. ഇതിനകത്ത് നിന്ന് 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1 എന്ന് പറഞ്ഞാൽ കോട്ട് സ്ക്വയർ തീറ്റ അപ്പുറത്ത് പോകും. അപ്പൊ എത്ര കിട്ടും? കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ. മനസ്സിലായല്ലോ? കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ. ഇനി അതേപോലെ തന്നെ നമുക്ക് വേറൊരു സാധനം കൂടെ കിട്ടും. ഇതിനകത്ത് നിന്ന് കോട്ട് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് വരും? കോട്ട് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ കോട്ട് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1നെ അപ്പുറത്തോട്ട് കൊണ്ടുപോകും. 1നെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് കിട്ടും? കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് 1. മനസ്സിലായല്ലോ? ഇത് കോട്ട് സ്ക്വയർ തീറ്റനെ ഇവിടെ നിർത്തി, പ്ലസ് 1 അപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസ് 1. മനസ്സിലായല്ലോ? കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് 1. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു 3 ഐഡന്റിറ്റീസ് തന്നെ നമുക്ക് കിട്ടാം അല്ലെ? ഇപ്പൊ ഈ 3 ഇക്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നമുക്ക് എന്ത് ചെയ്യണം? യൂസ് ചെയ്യണം. അപ്പോഴേക്കും എന്ത് ചെയ്യുക? നൈസ് ആയിട്ട്, അതായത് നന്നായിട്ട് തന്നെ ഈ 3 ഐഡന്റിറ്റീസ് എന്ത് ചെയ്യണം? പഠിച്ചെടുക്കണം. ഒന്നാമത്തെ ഐഡന്റിറ്റി ഏതാ? സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എത്രയാണ്? 1 ആണ്. പിന്നെ രണ്ടാമത്തെ എന്താണ്? 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വലാ? അതും സീക് സ്ക്വയർ തീറ്റയോട് ഈക്വൽ ആണ്. മൂന്നാമത്തെ എന്താണ്? 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ പ്ലസ് 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു കൊസീക് സ്ക്വയർ തീറ്റ. മനസ്സിലായല്ലോ? എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വലാ? സീക് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞു അല്ലെ? 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വലാ? സീക് സ്ക്വയർ എക്സ്. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു ഇക്വേഷൻ ആണ് ഏത്? സീക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വലാ? 1 അല്ലെ? ഈ 1 അവിടെ നിർത്തി ടാൻ സ്ക്വയർ എക്സ് അപ്പുറത്തോട്ട് പോകുമ്പോൾ സീക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. ഇത് നമുക്ക് കിട്ടി. ഇത് നോക്കി, ഇതൊരു കാര്യം ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ സീക്കിനെ എ ആക്കി എടുത്തു. അപ്പൊ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് അല്ലെ? സീക്ക് എയും ടാന് ബി. അപ്പൊ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു 1. അപ്പൊ ഈ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാലോ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്താ? 1. അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. സീക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് നമുക്ക് ഇങ്ങനെ എഴുതാം. സീക് എക്സ് പ്ലസ് ടാൻ എക്സ് എ പ്ലസ് ബി ഇൻറ്റു എന്താണ്? എ മൈനസ് ബി. സീക് എക്സ് മൈനസ് ടാൻ എക്സ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. കണ്ടോ? സീക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് നമുക്ക് എന്ന് എഴുതാം. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. സീക് എക്സ് പ്ലസ് ടാൻ എക്സ് ഇൻറ്റു സീക് എക്സ് മൈനസ് ടാൻ എക്സ് ഈക്വൽ ടു 1. ഇതിനകത്ത് നമുക്ക് എന്ത് എഴുതാം? സീക് എക്സ് പ്ലസ് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ അവിടെ നിർത്തി, ബാക്കി സീക് എക്സ് മൈനസ് ടാൻ എക്സിനെ 1 ആക്കി എഴുതാം. ഇവിടെ ഇൻറ്റു ചെയ്യുന്ന സാധനം ഇവിടെ വരുമ്പോൾ എന്താവും? ഡിവൈഡ് ആവും. സീക് എക്സ് മൈനസ് ടാൻ എക്സ്. അതിന്റെ അർത്ഥം എന്താ? സീക് എക്സ് പ്ലസ് ടാൻ എക്സും സീക് എക്സ് മൈനസ് ടാൻ എക്സും എന്താ? റെസിപ്രോക്കൽ ടു ഈച്ച് അതർ ആണ്. ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം. ഇഫ് സൈൻ എക്സ് പ്ലസ്, അല്ലെങ്കിൽ സൈൻ എക്സ് അല്ല, സീക് എക്സ് പ്ലസ് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 ആണ്. എത്രയാണ്? 5. അങ്ങനെയാണെങ്കിൽ then
ഫൈൻഡ് sec x minus tan x. ഫൈൻഡ് sec x minus tan x. sec x plus tan x 5. അങ്ങനെയാണെങ്കിൽ sec x minus tan x എത്രയാ? നമുക്കറിയാം ഇവിടെ നോക്കിയാൽ sec x plus tan x ഉം 1 by sec x minus tan x ആണ് ഈക്വൽ, റെസിപ്രോക്കൽ. അപ്പൊ ഇതിനകത്ത് നിന്ന് sec x minus tan x എന്ന് പറഞ്ഞാൽ എന്ത് വരും ഇക്വേഷൻ? 1 by എന്ത് വരും? sec x plus tan x. 1 by sec x plus tan x. അങ്ങോട്ടും ഇങ്ങോട്ടും, ഇതിനെ ഇങ്ങോട്ടും കൊണ്ടുവന്ന് അതിനങ്ങോട്ടും. അപ്പൊ 1 by sec x plus tan x ന്റെ വാല്യൂ ഓൾറെഡി അറിയാലോ, 5 ആണ്. അപ്പൊ ഇത് എത്ര വരും? 1 by 5. മനസ്സിലായല്ലോ? ഇതാണ് റെസിപ്രോക്കൽ ടു ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ. ഏതൊക്കെയാ? sec x plus tan x ഉം sec x minus tan x എന്താണ്? റെസിപ്രോക്കൽ ടു ഈച്ച് അതർ. ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത എഴുതാൻ പറ്റും. അടുത്ത എന്തായിരുന്നു? 1 plus cot square x എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വലാ? cosec square x അല്ലെ? 1 plus cot square x എന്ന് പറഞ്ഞാൽ cosec square x ആണ്. ഇതിനകത്ത് നിന്ന് cosec square x ഉണ്ട്, cot square x ഇപ്പുറത്തോട്ട് വരുമ്പോൾ മൈനസ് cot square x ഈക്വൽ ടു എന്താണ്? 1 ആണ് അല്ലെ? ഇവിടെ നമുക്ക് ഏത് ഫോമിലോട്ട് ആക്കാം? a square minus b square ഫോമിലോട്ട് ആക്കാനായിട്ട് പറ്റും. ഈ a square minus b square ഫോമിൽ ആക്കി കഴിയുമ്പോൾ എന്ത് വരും? a plus b into a minus b. a plus b എന്ന് പറഞ്ഞാൽ cosec x plus cot x ഉം a minus b എന്ന് പറഞ്ഞാൽ എന്താ? a minus b എന്ന് പറഞ്ഞാൽ cosec x മൈനസ് cot x. ഇത് രണ്ടുകൂടെ ചെയ്ത് കഴിയുമ്പോൾ എത്ര കിട്ടും? ഈക്വൽ ടു 1. ഇതിനകത്ത് നിന്ന് വേണേൽ നമുക്ക് എങ്ങനെ എഴുതാം? cosec x മൈനസ് cot x എന്തിനോട് ഈക്വലാ? 1 by ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സാധനം ഏതാ? 1 by cosec x പ്ലസ് cot x. മനസ്സിലായാലോ? ഇതിനോട് ഈക്വൽ ആയിരിക്കും. മനസ്സിലായാലോ? അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെസിപ്രോക്കൽസുമായിട്ട് എഴുതാൻ പറ്റും. അപ്പൊ തിരിച്ചും വേണേൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. cosec x പ്ലസ് cot x 1 by 8 ആണെങ്കിൽ cosec x മൈനസ് cot x എത്രയായിരിക്കും? അതിന്റെ റെസിപ്രോക്കൽ 8 തിരിച്ചിട്ടാണ്. മനസ്സിലായാലോ? 1 by 8 തിരിച്ചിടുമ്പോൾ 8, 8നെ തിരിച്ചിട്ടാൽ 1 by 8 അങ്ങനെ ഓർത്താൽ കേട്ടല്ലോ. ഇത് അത്രയായിട്ടും ചോദിക്കാറില്ല, പക്ഷെ എന്നാലും എന്ത് ചെയ്യാം? ഒന്ന് മനസ്സിലാക്കി വെക്കും. ഈ 3 ഐഡന്റിറ്റീസ് നമ്മൾ ഒരിക്കലും ഒരു കാരണവശാലും എന്ത് ചെയ്തേക്കരുത്? മറന്നു പോകരുത്. ഏതൊക്കെയായിരുന്നു അറിയാലോ 3 ഐഡന്റിറ്റീസ്? ഏതൊക്കെയായിരുന്നു? sin square x പ്ലസ് cos square x എത്രയാണ്? 1 ആണ്. sin square x പ്ലസ് cos square x എത്രയാ? 1 ആണ്. പിന്നെ ഏതാ? 1 plus tan square x എത്രയാ? 1 plus tan square x എന്ന് പറഞ്ഞാൽ sec square x ആണ്. പിന്നെ ലാസ്റ്റത്തേത് 1 plus tan square ന് വരെ എന്താ? 1 plus cot square x ആണെങ്കിൽ sec square x ന് വരെ എന്താവും? cosec square x. ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? പഠിച്ച് വെച്ചേക്കണം. മക്കളെ ഇനി നമുക്ക് അറിയേണ്ട ഈ വാല്യൂസ് ആണ്. അയ്യോ സാറേ ഇത് പഠിക്കാനായിട്ട് ഭയങ്കര പാടാന്നൊക്കെ എപ്പോഴും പിള്ളേർ പറയാറുണ്ട് അല്ലെ? പക്ഷെ ഇത് പഠിക്കാനായിട്ടൊക്കെ ഷോർട്ട് കട്ട്സുകൾ ഉണ്ട്. അതായത് ഞാൻ വേണേൽ ഒരു വീഡിയോ ആയിട്ട് വേണേൽ തന്നെ അതിന് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. എന്ത് ചെയ്യാതെ അതിനുവേണ്ടി ഒരു പ്രത്യേക വീഡിയോ ഉണ്ട്. അതായത് നമ്മുടെ കയ്യിൽ 5 വിരൽ ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രിഗ്നോമെട്രിയുടെ വാല്യൂസ് ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഇപ്പൊ അങ്ങനെ അത് പറഞ്ഞ സമയം കളയാൻ ഞാൻ നിൽക്കുന്നില്ല. വാല്യൂസ് എഴുതുവാണ്, പഠിക്കുക, മനസ്സിലാക്കുക. നിങ്ങൾക്ക് പ്രത്യേകിച്ച് അതിനൊരു വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, കാരണം നിങ്ങൾ +1 പഠിക്കുന്ന കുട്ടികളാണ്. അപ്പൊ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഇതിനെ പറ്റി കുറച്ചെങ്കിലും ഒരു ഐഡിയ കാണും. ഇപ്പൊ sin 0, ഇപ്പൊ സൈൻ്റെ ആണെങ്കിൽ ആദ്യമേ ഇതെല്ലാം ഇങ്ങോട്ട് സൈൻ ആണ്. ഇപ്പൊ sin 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0 ആണ്. sin 0 0. ഇനി sin 30 എന്ന് പറഞ്ഞാൽ എത്രയാ? 1 by 2. sin 30 1 by 2. sin 45 എത്രയാ? 1 by √2. sin 60 എന്ന് പറഞ്ഞാൽ എത്രയാണ്? √3 by 2. sin 60 √3 by 2. sin 90 1. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എഴുതാം. ഞാൻ ലാസ്റ്റ് sin 180 എഴുതാം. നോക്കി ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. sin 0 0, sin 30 1 by 2, sin 45 1 by √2, sin 60 √3 by 2, sin 90 1. നോക്കി കോസ് പറയുമ്പോൾ ഇവിടുന്ന് തിരിച്ചെഴുതിയാൽ മതി. കോസ് പറയുമ്പോൾ ഈ ഓർഡർ ഓർക്കണം. 0 30 45 60 90. 0 30 45 60 90 ഈ ഒരു ഓർഡറിലാണ് നമുക്ക് തിരിച്ചെഴുതാം. കോസ് എത്രയായിരിക്കും? കോസ് 0 1 തിരിച്ച് അടുത്തേതാ? 1 കഴിഞ്ഞിട്ട് ഏതാ അടുത്ത്? കോസ് 30 √3 by 2. അടുത്ത ഇത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ അത് തന്നെ വരും 1 by √2. അതായത് cos 45 ഉം sin 45 എന്താ? ഈക്വലാ. cos 45 ഉം sin 45 എത്രയാ? 1 by √2. ഈ ഇത് തന്നെ കേട്ടോ 360യുടെയും വാല്യൂ. sin 0 ഉം sin 360 എല്ലാം ഈക്വൽ തന്നെ കേട്ടോ. ഇനി അടുത്ത ഏതാ? ഇതായി തിരിച്ചെഴുതി. ഇവിടെ ഏതാ? 1 by √2 കഴിഞ്ഞിട്ട് ഏതാ? 1 by 2. sin cos 60 എത്രയാ? 1 by 2. ലാസ്റ്റ് cos 90 0 കേട്ടോ. ആ ഒരു ഓർഡറിൽ തന്നെയാണ് പോയിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കാം. റെസിപ്രോക്കൽ അല്ല, സൈൻ ഇതാണെങ്കിൽ ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കാമല്ലോ. സൈന്റെ റെസിപ്രോക്കൽ ഏതാ? സൈന്റെ റെസിപ്രോക്കൽ cosec. അപ്പൊ sin 0 ഇതാണെങ്കിൽ cosec 0 എന്താ? 0യുടെ റെസിപ്രോക്കൽ 1 by 0 എന്ന് വരും. 0യുടെ റെസിപ്രോക്കൽ 1 by 0. അതായത് നോട്ട് ഡിഫൈൻഡ് എന്നാണ്. അപ്പൊ നോട്ട് ഡിഫൈൻഡ് അല്ലെങ്കിൽ നോട്ട് ഇൻഫിനിറ്റി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. എന്ത് പറയാൻ പറ്റും? ഇൻഫിനിറ്റി. നോക്കിയേ കോസ്. ഇനി അടുത്തത് sin 30 എന്ന് പറഞ്ഞാൽ 1 by 2. sin 30 1 by 2. ഇത് തിരിച്ചിടുമ്പോൾ എത്രയാ? 2 by 1 അല്ലെങ്കിൽ 2. ഇനി ഇവിടെ നോക്കിയേ sin 45 1 by √2. ഇത് തിരിച്ചിടുമ്പോൾ എത്രയായിരിക്കും? സൈന്റെ റെസിപ്രോക്കൽ ആണ്. സൈന്റെ റെസിപ്രോക്കൽ ആണ് എന്ത്? 1 by cosec θ. അതാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഇവിടെ 1 by √2 ആണ്. തിരിച്ചിടുമ്പോൾ എത്ര കിട്ടും? √2 കിട്ടും. ഇവിടെ sin 60 √3 by 2. sin 60 √3 by 2. അപ്പൊ cosec 60 എത്രയായിരിക്കും? തിരിച്ചിടുമ്പോൾ 2 by √2. sin 90 1 ആണ്. 1നെ തിരിച്ചിട്ടാൽ എന്ത് തന്നെയാ? 1 by 1. അത് എത്ര തന്നെയാ? 1. ഇനി നോക്കിയേ sec പറയാലോ. sec എന്ന് പറഞ്ഞാൽ എന്തിന്റെ റെസിപ്രോക്കലാ? കോസിന്റെ റെസിപ്രോക്കലാണ് sec. അപ്പൊ cos θ എന്ന് പറഞ്ഞാൽ 1 by sec θ. അപ്പൊ cos 0 1 അപ്പൊ അത് തിരിച്ചിട്ടാൽ എത്ര തന്നെയാ? 1. ഇവിടെ cos 30 √3 by 2. അത് തിരിച്ചിടുമ്പോൾ 2 by √3. ഇവിടെ
1/√2 ആണ്. 1/√2 തിരിച്ചിടുമ്പോ എത്രയാ? √2 തന്നെ. cos 60 1/2 അത് തിരിച്ചിടുമ്പോ 2/1. 0 ആണെങ്കിൽ എന്താ? 0 ആണെങ്കിൽ റെസിപ്രോക്കൽ 1/0 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി അല്ലെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ അല്ലെങ്കിൽ നോട്ട് ഡിഫൈൻഡ്. മനസ്സിലായല്ലോ? ഇനി നോക്കി, ഇനി നമുക്ക് ടാനും കോട്ട് പറയണം. ടാൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ ബൈ കോസ് അല്ലേ? സൈൻ ബൈ കോസ്. അപ്പൊ സൈൻ ബൈ കോസ് 0/1. 0/1 എത്രയാ? 0. ഇനി അടുത്തത് 1/2 ഡിവൈഡഡ് ബൈ √3/2. ടാൻ 30 എന്ന് പറഞ്ഞാൽ എന്താ? 1/2 ഡിവൈഡഡ് ബൈ സൈൻ ബൈ കോസ്. 1/2 ഡിവൈഡഡ് ബൈ √3/2. 2 2 പോകും, എത്ര കിട്ടും? അപ്പം 1/√3. ഇവിടെയോ 1/√2 ബൈ 1/√2 സെയിം ആണ്, 1 തന്നെ കിട്ടും. √3/2 ഡിവൈഡ് ബൈ 1/2. ഈ 2 2 പോകും, √3/1 അതായത് √3. ഇവിടെയോ 1/0 എന്ന് പറഞ്ഞാൽ എന്താ? നോട്ട് ഡിഫൈൻഡ്. 1/0 താഴെ 0 വന്നാൽ എന്താ? നോട്ട് ഡിഫൈൻഡ്. ഇനി ഈ കോട്ട് എന്ന് പറഞ്ഞാൽ ടാന്റെ റെസിപ്രോക്കൽ അല്ലേ? ഇപ്പൊ 0യുടെ റെസിപ്രോക്കൽ ഇൻഫിനിറ്റി, 1/√3യുടെ റെസിപ്രോക്കൽ √3, 1ന്റെ റെസിപ്രോക്കൽ 1, √3യുടെ റെസിപ്രോക്കൽ 1/√3. ഇവിടെ നോക്കി നോട്ട് ഡിഫൈൻഡ് അല്ലെങ്കിൽ ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിയുടെ റെസിപ്രോക്കൽ എന്നതാ? 1/∞ എന്ന് പറഞ്ഞാൽ എന്താ? 0. അപ്പൊ എത്ര വരും ഇവിടെ? 0. ഇനി 180 കൂടെ പഠിക്കാനുണ്ട്. സൈൻ 180യുടെ വാല്യൂ എത്രയാ? സൈൻ 180 എന്ന് പറഞ്ഞാൽ 0 ആണ്. കോസ് 180 എന്ന് പറഞ്ഞാൽ -1 ആണ്. ടാൻ 180 എത്രയാണ്? 0/-1. 0/-1 എത്രയാ? 0. ഈ കോട്ട് എന്ന് പറഞ്ഞാൽ 0യുടെ റെസിപ്രോക്കൽ ഇൻഫിനിറ്റി. സീക്ക് എന്ന് പറഞ്ഞാൽ കോസിന്റെ ഏതാ? -1ന്റെ റെസിപ്രോക്കൽ എത്ര തന്നെയാ? -1. കോസീക് തീറ്റ എന്ന് പറഞ്ഞാൽ സൈന്റെ റെസിപ്രോക്കൽ 0 ആണ്. അതിന്റെ റെസിപ്രോക്കൽ എന്താ? ഇൻഫിനിറ്റി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഓർത്തു വെക്കണം, മനസ്സിലാക്കി പഠിക്കും മക്കളെ. ഞാൻ പറഞ്ഞില്ല ആ സൈൻ ബൈ കോസ് എന്ന് പറഞ്ഞാൽ ടാൻ ആണ്. അങ്ങനെ ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഇത് പഠിച്ചില്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ആ ലോഗരിതം ടേബിൾ ഇല്ലേ, അതിന്റെ അകത്ത് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് എഴുതി വെച്ചേക്കണം കേട്ടോ. എന്നാലേ ഉള്ളൂ നമുക്ക് മാർക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. നോക്കി മക്കളെ, സൈൻ ഓഫ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. അതായത് നമുക്കറിയാം ഇതൊരു എക്സ് ആക്സിസ് ആണ്, ഇതെന്നതാ? വൈ ആക്സിസ്. ഈ എക്സ് ആക്സിസും വൈ ആക്സിസും കൂടെ നമ്മൾ ഇങ്ങനെ വരച്ച് കഴിയുമ്പോൾ ഇതിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 4 പ്ലെയിൻസ് അല്ലെ? ഒരു പ്ലെയിനിൽ തന്നെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇതിനെ വിളിക്കുന്നത്, ഓരോന്നിനെയും വിളിക്കുന്ന പേരാണ് ക്വാഡ്രന്റ്. ഓരോന്നിനെയും വിളിക്കുന്ന പേരെന്നാണ്? ക്വാഡ്രന്റ് എന്ന് പറയും. ക്വാഡ്രന്റ്. ഇതെന്താ? ഫസ്റ്റ് ക്വാഡ്രന്റ്. ഇതെന്താ? സെക്കൻഡ് ക്വാഡ്രന്റ്. ഇതെന്താ? തേർഡ് ക്വാഡ്രന്റ്. ഇതെന്താ? ഫോർത്ത് ക്വാഡ്രന്റ്. അപ്പൊ നമുക്കറിയാം ഈ ഫസ്റ്റ് എക്സിന്റെ നേരെയുള്ള എത്രയാ? 0 ഡിഗ്രിയാണ്. ഇത് 0 ഡിഗ്രി അല്ലെങ്കിൽ നമുക്ക് എന്താ 360 ഡിഗ്രി എന്ന് പറയാം, അല്ലെങ്കിൽ എന്താ 2π. 360നെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 2π. ഈ നടുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി ആംഗിൾ കറങ്ങി വരുമ്പോൾ ഇത് എത്രയാ? 90 അല്ലേ? ഇതെന്നതാ 90 ഡിഗ്രി അല്ലെങ്കിൽ എന്നാ നമുക്ക് പറയുന്നത് π/2 എന്ന് പറയാം. 90 ഡിഗ്രി അല്ലെങ്കിൽ π/2. ഇത് വീണ്ടും കറങ്ങി ഇവിടെ വരുമ്പോൾ എന്താവും? 180 ആവും. ഇതിന് നമുക്ക് എന്ത് പറയാം? 180 ഡിഗ്രി അല്ലെങ്കിൽ എന്താ π എന്ന് പറയാം. ഇത് വീണ്ടും കറങ്ങി ഇവിടെ എത്തുമ്പോൾ എത്രയാവും? 270 ഡിഗ്രി. 270 ഡിഗ്രി അല്ലെങ്കിൽ എന്താ 3π/2. ഇതിനകത്ത് സൈൻ എവിടെയാവും? പോസിറ്റീവ്. കോസ് എവിടെയാണ് പോസിറ്റീവ് എന്നൊക്കെ നമുക്ക് ഓർത്തിരിക്കേണ്ടതുണ്ട്. അത് ഓർത്തിരിക്കാനുള്ള ഷോർട്ട് കട്ട്സും അറിയാം. ഏതാ ഓർത്തിരിക്കാനുള്ള ഷോർട്ട് കട്ട്സ്? ഓൾ സിൽവർ ടീ കപ്സ്. എന്താണ് ഓൾ സിൽവർ ടീ കപ്സ്? ഓക്കെ, ഓൾ സിൽവർ ടീ കപ്സ് എന്ന് വെച്ചാൽ എന്താ? ഓൾ എന്ന് പറഞ്ഞാൽ എന്താ? ഓൾ എന്ന് പറഞ്ഞാൽ എല്ലാം പോസിറ്റീവാണ്. ഇവിടെ എന്താ? എല്ലാം പോസിറ്റീവ്. സൈന്, കോസ്, ടാന് എല്ലാം എന്താണ്? പോസിറ്റീവ്. അതായത് സൈന്, കോസ്, ടാന്, പിന്നെ ഏതാ? സൈന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള കൊസീക്ക്, ഇവിടെ ഏതാ? കോസിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള സീക്ക്, ടാന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള കോട്ട്, എല്ലാം എന്താണ്? പോസിറ്റീവ്. ഓൾ പോസിറ്റീവ്. ഇവിടെ ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാം പോസിറ്റീവ്. ഇപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റിലാണല്ലോ. സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിൽ എസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ആരാ? സൈൻ. സൈൻ തീറ്റയും അതിന്റെ റെസിപ്രോക്കൽ ആരാ? സൈൻ റെസിപ്രോക്കൽ കൊസീക് തീറ്റ. ഇവ രണ്ടുപേരും എന്തായിരിക്കും? പോസിറ്റീവ്. ബാക്കിയുള്ള എല്ലാം എന്താ? നെഗറ്റീവ്. അപ്പൊ നോക്കി ഇവിടെ ടി എന്ന് വെച്ചാൽ ടി വെച്ച് അതിന്റെ അർത്ഥം ടാൻ പോസിറ്റീവ്, ടാന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള കോട്ടും പോസിറ്റീവ്. ഇത് രണ്ടും പോസിറ്റീവ് ആയിരിക്കും തേർഡ് ക്വാഡ്രന്റിൽ. ബാക്കിയുള്ള എല്ലാം എന്തായിരിക്കും? നെഗറ്റീവ്. കപ്സ് എന്നാണെങ്കിൽ സി വെച്ചാ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം കോസ് തീറ്റ പോസിറ്റീവ്, കോസിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള സീക്ക് എന്തായിരിക്കും? പോസിറ്റീവ്. ബാക്കിയുള്ള എല്ലാം അതേഴ്സ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ നോക്കി, ആദ്യത്തേലെല്ലാം പോസിറ്റീവ്, രണ്ടാമത്തിനകത്ത് സൈനും കൊസീക്കും, മൂന്നാമത്തിനകത്ത് ടാനും കോട്ടും, നാലാമത്തിനകത്ത് കോസും സീക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഓർത്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കി. തന്നിട്ടുള്ള കോസെക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. കോസെക്സിന്റെ വാല്യൂ എത്രയാണ് വന്നിരിക്കുന്നത്? -3/5. കോസെക്സിന്റെ വാല്യൂ വന്നിട്ടുണ്ട് -3/5. എന്നിട്ട് ഏത് ക്വാഡ്രന്റ് ആണെന്നാ പറഞ്ഞിരിക്കുന്നത്? ക്വാഡ്രന്റ് പറഞ്ഞിരിക്കുന്നത് തേർഡ് ക്വാഡ്രന്റ്, മൂന്നാമത്തെ ക്വാഡ്രന്റിലാണ് വന്നിരിക്കുന്നത്. മൂന്നാമത്തെ ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ ഓർക്കുക, മൂന്നാമത്തെ ക്വാഡ്രന്റിൽ ഏതൊക്കെയാ പോസിറ്റീവ്? ടാനും കോട്ടും മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യത്തുള്ളൂ? പോസിറ്റീവ്. ബാക്കിയുള്ള എല്ലാം എന്താ? നെഗറ്റീവ്. അപ്പൊ ഓർത്തേക്കണം, ഇവിടെ ഓൾറെഡി കോസെക്സ് വന്ന് വാല്യൂ ഉണ്ടാവും നെഗറ്റീവാ. അപ്പൊ കോസെക്സ് വന്നാൽ നമുക്ക് നേരെ ഡയറക്റ്റ് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? സീക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം റെസിപ്രോക്കലാ. സീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ 1/cos x ആ അല്ലെ? 1/cos x. അപ്പൊ ഇതിനെ തിരിച്ചിട്ടാ പോരെ? -3/5 തിരിച്ചിടുമ്പോ എത്ര കിട്ടും? -5/3. മൈനസ് അവിടെ തന്നെ കാണും. 3/5 തിരിച്ചിടുമ്പോ -5. ഇനി നമുക്ക് സൈൻ കാണണം, സൈൻ കാണണം, പിന്നെ കൊസീക്ക് കാണണം അല്ലെ? അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ടാനും കോട്ടും. അപ്പൊ നോക്കി, ഇത് ചെയ്യാനായിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു
റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യും. ഒരു ആംഗിൾ തീറ്റ എന്ന് കൊടുക്കും. ഇവിടെ നോക്കി, ഇവിടെ തീറ്റയ്ക്ക് വേറെ എന്ത് കൊടുക്കുകയാണെങ്കിൽ എക്സ് എന്ന് കൊടുക്കാം. കാരണം കോസ് എക്സ് എന്നല്ലേ പറഞ്ഞു. അപ്പൊ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ 3/5 മൈനസ് 3/5. മൈനസ് തൽക്കാലത്തേക്ക് ഇടുന്നില്ല. ഈ കോസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ്. കോസ് എക്സ് എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് എത്രയാ 3, ഹൈപ്പോട്ടൻസ് എത്രയാ 5. അപ്പൊ 3/5. അപ്പൊ ഇത് 3 ആയി, ഇത് 5 ആയി. ഇനി നമുക്ക് ഇതും കൂടെ കണ്ടുപിടിക്കണ്ടേ? ഇതെന്നതാ പി അല്ലെ? ആ പിയും കൂടെ വാല്യൂ കൂടെ കണ്ടുപിടിക്കണം. ഓർക്കുക 3ഉം 5ഉം ഒക്കെ വന്നാൽ ഓട്ടോമാറ്റിക്കലി അടുത്ത നമ്പർ ഏതായിരിക്കും? 4 ആയിരിക്കും അല്ലെ? അതെന്ന് പറഞ്ഞാൽ പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന പണ്ട് പഠിച്ചിട്ടുള്ള. അപ്പൊ അറിയത്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്കറിയാലോ ഇതൊരു എന്താ നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പൊ ഈ പി കാണാനായിട്ട് ഇതൊരു ഹൈപ്പോട്ടൻസ് അല്ലല്ലോ, ഏറ്റവും ചെറുതാ അല്ലെ? ബേസ്, ഓൾട്ടിറ്റ്യൂഡ്, ഹൈപ്പോട്ടൻസ്. ഇതിനകത്ത് പി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ചെറുതായുണ്ട്, ഹൈപ്പോട്ടൻസ് അല്ലാത്തതുകൊണ്ട് റൂട്ട് ഓഫ് ഇടുക. റൂട്ട് ഓഫ് ഇട്ടിട്ട് ഹൈപ്പോട്ടൻസിന്റെ സ്ക്വയർ, ഹൈപ്പോട്ടൻസ് എത്രയാ 5 സ്ക്വയർ മൈനസ് അടുത്ത ഏതാ ബേസ് 3 സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 മൈനസ് 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9. അപ്പൊ 25 മൈനസ് 9 എത്രയാ? √16. √16 എത്രയാ 4. മനസ്സിലായി? 25 9 പോയാൽ 16 ആണ്. 16ന്റെ വാല്യൂ എത്രയാണ്? √16 എത്രയാ 4. അപ്പൊ ഞാൻ പറയല്ലേ, നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ പോലും അല്ലെ ഓട്ടോമാറ്റിക്കലി ഓർത്ത് വെക്കുക 3ഉം 5ഉം വന്നാൽ അടുത്ത നമ്പർ എത്രയാ? 4. ഇങ്ങനെ കുറെ നമ്പേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് നോക്കി, ഇപ്പൊ ഇത്ര ഉള്ള കാര്യം എല്ലാം ആയി. നമുക്ക് ഇനി നേരെ നമുക്ക് കാണാൻ പറ്റും സൈൻ എക്സ്. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടൻസ്. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടൻസ്. ഓപ്പോസിറ്റ് എത്രയാ? സൈനിന്റെ നേരെ ഓപ്പോസിറ്റ് എത്രയാ? 4 ബൈ ഹൈപ്പോട്ടൻസ് എത്രയാ? ഹൈപ്പോട്ടൻസ് എന്ന് പറഞ്ഞാൽ 5 കണ്ടോ? ഹൈപ്പോട്ടൻസ് എന്ന് പറഞ്ഞാൽ 5. പക്ഷേ ഇത് ഏത് ക്വാഡ്രന്റാ? തേർഡ് ക്വാഡ്രന്റാ. അപ്പൊ ആൻസർ എന്ത് കൊടുക്കണം? നെഗറ്റീവ് കൊടുക്കണം. സൈൻ അറിയാലോ, ഇനി കൊസീക്ക് കാണാം. കൊസീക്ക് എന്ന് പറഞ്ഞാൽ സൈന്റെ റെസിപ്രോക്കൽ അല്ലെ? സൈന്റെ റെസിപ്രോക്കൽ ആണ് എന്ത്? കൊസീക്ക്. അപ്പൊ തിരിച്ചിട്ടാ മതി -5/4 ആയല്ലോ. ഇനി ടാനും കോട്ടും കൂടെ പോരെ? അപ്പൊ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്. ടാൻ എക്സ് അല്ലെങ്കിൽ ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്. ഓപ്പോസിറ്റ് എത്രയാ? 4, അഡ്ജസന്റ് എത്രയാ? 3. അപ്പൊ 4/3. ഇവിടെ നെഗറ്റീവ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ നെഗറ്റീവ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? തേർഡ് ക്വാഡ്രന്റിൽ ടാൻ എന്താ? പോസിറ്റീവ്. ടാൻ ആയി. ഇനി കോട്ട് കാണാമല്ലോ. കോട്ട് എന്ന് പറഞ്ഞാൽ ടാന്റെ റെസിപ്രോക്കൽ. ടാന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 4/3 തിരിച്ചിടുമ്പോ 3/4. ഇപ്പൊ എല്ലാം ആയില്ലേ? 1 2 3 4 5 6 എല്ലാം ആയല്ലോ. മനസ്സിലാക്കുക ഓരോന്നും തമ്മിലുള്ള ബന്ധം. സൈനും കൊസീക്കും എങ്ങനെയാണ്? റെസിപ്രോക്കൽ ആണ്. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? 1/cosec x ആണ്. അതേപോലെ ടാനും കോട്ടും തമ്മിൽ എന്നാ? ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ 1/cot θ. മനസ്സിലായല്ലോ? ഇത് തേർഡ് ക്വാഡ്രന്റിലായോണ്ടാണ് ഇത് രണ്ടും പോസിറ്റീവ്, ബാക്കിയുള്ള എല്ലാം എന്തായത്? നെഗറ്റീവ്. മനസ്സിലായെന്ന് വരുന്നു. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം, ചോദിക്കാൻ ചാൻസ്. മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് കോട്ടെക്സ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. കോട്ടെക്സ് എത്രയാ? -5/8. കോട്ടെക്സിന്റെ വാല്യൂ വന്നിട്ടുണ്ട് എത്രയാ? -5/8. ഈ കോട്ട് കണ്ടാൽ ഉടനെ നമുക്ക് എന്ത് എഴുതാം? ടാൻ എഴുതാമല്ലോ. കാരണം എന്നതാ? ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആ? റെസിപ്രോക്കൽ ആണ്. 1/cot x. അപ്പൊ തിരിച്ചിട്ടാ പോരെ? 1/. ഒന്നും എഴുതേണ്ട സമയം കളയണ്ട, നേരെ തിരിച്ചിടുക. അപ്പൊ മൈനസ് ഇടുക. 5/2 തിരിച്ചിടുമ്പോ എത്ര വരും? 12/5. ടാനും കോട്ടും. നോക്കി ഏത് ക്വാഡ്രന്റാ? സെക്കൻഡ് ക്വാഡ്രന്റാ. സെക്കൻഡിൽ ആരൊക്കെയാ പോസിറ്റീവ്? ഓൾ സിൽവർ ടീ കപ്പ്. സെക്കൻഡിൽ ആരാ? സൈൻ തീറ്റയും അതിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള കൊസീക് തീറ്റയുമാണ് പോസിറ്റീവ്. ബാക്കിയുള്ള എല്ലാം നെഗറ്റീവ്. അപ്പൊ ഇത് കഴിഞ്ഞു. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് ഓർക്കുക. ഏതൊക്കെയാ നമ്പേഴ്സ്? 5ഉം 12. മക്കളെ ഓർക്കുക, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 3ഉം 4ഉം വന്നാൽ ഓട്ടോമാറ്റിക്കലി എത്രയായിരിക്കും? 5. അതേപോലെ തന്നെ 5ഉം 12ഉം വന്നാൽ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അടുത്ത എത്രയായിരിക്കും? 13 ആയിരിക്കും. ഇതൊക്കെയാണ് പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ്. ചെയ്ത് കണ്ടുപിടിക്കാം, അല്ലാതെ തന്നെ ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറയാം. വേറെ ഉണ്ട് 7ഉം 24ഉം വന്നു കഴിഞ്ഞാൽ അടുത്ത ഏതായിരിക്കും? 25. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേരും. പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് എന്ന് പറയും. അപ്പൊ അറിയത്തില്ലേ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. എങ്ങനെയാ? നേരത്തെ പഠിച്ച പോലെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുക്കുക, ഒരെണ്ണത്തിന് എക്സ് എന്ന് വിളിക്കുക, എന്നിട്ട് ഏതാ വന്നിരിക്കുന്നേ? ടാൻ നമുക്കറിയാം. ടാൻ എന്ന് പറഞ്ഞാൽ -12/5. ടാൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് അല്ലെ? ഇനി നോക്കി, ഇവിടെ ബേസും അറിയാം, പെർപെൻഡിക്കുലറും അറിയാം, ഹൈറ്റും അറിയാം അല്ലെ? ബേസും ഹൈറ്റും അറിയാം. പക്ഷെ ഇവിടെ എന്നാ വേണ്ടത്? ഹൈപ്പോട്ടന്യൂസ് വേണ്ടത്, എച്ച് അല്ല വേണ്ടത്. അപ്പൊ ഹൈപ്പോട്ടന്യൂസ് കാണാൻ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം, റൂട്ട് ഓഫ് ഇട്ടിട്ട് അല്ലെ? അപ്പൊ ഇവിടെ എത്ര വരും ആഡ് ചെയ്യുമ്പോൾ? റൂട്ട് ഓഫ് 12 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ അല്ലെ? 12 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ. 12 സ്ക്വയർ എത്രയാ? 144. 12 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 144 പ്ലസ് 5ന്റെ സ്ക്വയർ എത്രയാ? 25. ഇത് രണ്ടുകൂടെ കൂട്ടുമ്പോൾ 169 എന്ന് കിട്ടും. 169 എന്ന് പറഞ്ഞാൽ എത്രയാ? 13. 144 25 കൂട്ടിയാൽ 169. അത് കൂട്ടുമ്പോൾ എത്ര കിട്ടും? 13. കണ്ടോ? അപ്പൊ കിട്ടിയില്ലേ? 5ഉം 12ഉം ആണ് നമ്പർ ഉള്ളത്. ഓട്ടോമാറ്റിക്കലി അടുത്ത നമ്പർ എത്രയാ? 13. ഇപ്പൊ എല്ലാം ആയല്ലോ. ഇനി നോക്കിയാൽ സൈനും ടാനുമായി. ഇനി നമുക്ക് ഏതൊക്കെ കണ്ടുപിടിക്കാം? സൈൻ അല്ല, കോട്ടും ടാനുമായി. അടുത്ത ഏതാ? സൈൻ തീറ്റ കണ്ടുപിടിക്കാലോ, അല്ലെങ്കിൽ സൈൻ എക്സ് കണ്ടുപിടിക്കാലോ. സൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് എത്രയാ? 12. ഹൈപ്പോട്ടന്യൂസ് എത്രയാ? 13. 12/3. നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? നെഗറ്റീവ്. കാരണം എന്നാ? സെക്കൻഡ് പാർട്ട്. സൈൻ അറിയാമെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ കൊസീക്കും കാണാലോ. എന്താണ്? കൊസീക്ക് എന്ന് പറഞ്ഞാൽ
ഇതിന്റെ റെസിപ്രോക്കൽ, അതായത് 12/13 തിരിച്ചിടുമ്പോൾ 13/12. ഇനി അടുത്തത് സീക്കും കോസും അല്ലേ, സീക് തീറ്റയും ഉണ്ട്, അതുപോലെ തന്നെ കോസ് തീറ്റയും ഉണ്ട്. നോക്കി സീക് തീറ്റ ആയി, അടുത്ത ഏതാ കോസ് തീറ്റ അല്ലെങ്കിൽ കോസ് എക്സ് ആയി. ഈ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എക്സും തീറ്റയും തമ്മിൽ മാറിപ്പോകുന്നുണ്ട്, അവിടെ ശ്രദ്ധിച്ചോണം. നമ്മൾ തീറ്റയും നല്ല കൊടുക്കേണ്ട ഇവിടെ എന്നതാ കോസ് എക്സ്. ഇപ്പൊ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, കോസ് എക്സ് എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടനസ്. അഡ്ജസന്റ് എത്രയാ, കോസ് എക്സിന്റെ അഡ്ജസന്റ് അടുത്തുള്ളത് 5, ഹൈപ്പോട്ടനസ് 13. അപ്പൊ 5/13 മനസ്സിലായാലോ. ഇനി നോക്കിയേ കോസ് എക്സ് 5/13, അങ്ങനെയാണെങ്കിൽ സീക് എക്സ് എത്രയാ, സീക് എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാ, തിരിച്ചെടുത്ത് 13/5 അല്ലെ. കോസിന്റെ റെസിപ്രോക്കൽ ആണ് എന്ത്, സീക്. പക്ഷെ ഒരു കാര്യമുണ്ട്, സെക്കൻഡ് ക്വാർട്ടറിന്റെ ആയതുകൊണ്ട് എന്ത് കൊടുത്തേക്കണം, നെഗറ്റീവ് കൊടുത്തിരിക്കണം. മനസ്സിലായാലോ. ഇപ്പൊ എങ്ങനെയാണ് 6 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് കണ്ടുപിടിക്കുന്നത്. ഇതുപോലത്തെ നമുക്ക് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് എന്തുണ്ട്, ടെക്സ്റ്റ് ബുക്കിലുണ്ട്. പേജ് നമ്പർ 63 നോക്കിയാൽ മതി, 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും നമുക്ക് ഒരെണ്ണം കൂടെ ചെയ്യാം. കാരണം നമ്മളിപ്പോൾ ഓൾറെഡി 2 ചെയ്തു, ഇനി എന്ത് ചെയ്യാം, ഒരെണ്ണം കൂടി ഇതുപോലെ. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സീക് എക്സിന്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. സീക് എക്സ് എന്ന് പറഞ്ഞാൽ സീക് എക്സിന്റെ വാല്യൂ എത്ര തന്നിരിക്കുന്നത്, 13/5. ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, സീക്ക് എന്നാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി കണ്ടുപിടിക്കാവുന്നതാണ് കോസ് അല്ലെ. വേറെ ഒന്ന് അറിയേണ്ട കാര്യമില്ല, തിരിച്ചിട്ടാൽ മതി. എത്ര വരും, 13/5 തിരിച്ചിടുമ്പോൾ 5/30. കാരണം റെസിപ്രോക്കലാണ്, സീക്കിന്റെ റെസിപ്രോക്കലാണ് എന്ത്, കോസ്. നോക്കി നോക്കിയാൽ ഇത് ലൈസ് ഇൻ ഫോർത്ത് ക്വാഡ്രന്റ് ആയപ്പോഴാണ് ഏതൊക്കെ പോസിറ്റീവ് വന്നത്, സീക്കും അതേപോലെ തന്നെ കോസും എന്താ വന്നത്, പോസിറ്റീവ് ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ വാല്യൂസ് എല്ലാം രണ്ടും എന്തായത്, പോസിറ്റീവ്. ഇനി നമുക്ക് എന്ത് വേണം, ബാക്കിയുള്ള കാണണ്ടേ. അപ്പൊ അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യും, ട്രയാങ്കിൾ കൺസിഡർ ചെയ്യും. അറിയാലോ ഏതൊക്കെയാ നമ്പേഴ്സ്, 13ഉം 5ഉം ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞായിരുന്നു. 12, 13, 5 അല്ലെ. 12, 5, 13 ഇത് മൂന്നുമാണ് കോംബോ അല്ലെ. ഓർത്ത് വെക്കുക, അറിയത്തില്ലെങ്കിൽ എന്ത് ചെയ്യുക, അതിനെ എക്സ് എന്ന് വിളിക്കുക. കോസ് എക്സ് എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് 13. ഇനി നമുക്ക് ഇതാ കാണണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പി എന്ന് വിളിക്കുക. പി എന്ന് പറഞ്ഞാൽ എന്ത് വരും, ഹൈപ്പോട്ടനസ് തന്നിട്ടുണ്ട്, അപ്പൊ കുറയ്ക്കണം. ഏതാ, ഹൈപ്പോട്ടനസിൽ നിന്ന് ബേസ് കുറയ്ക്കുക, 5 കുറയ്ക്കുക. സ്ക്വയർ റൂട്ട് ഇടാൻ മറക്കല്ലേ. 169 മൈനസ് 25 144. 144 എന്ന് പറഞ്ഞാൽ എത്രയാ, 12. റൂട്ട് 144 12. അറിയത്തില്ലെങ്കിൽ ഞാൻ പറയല്ലേ, ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. 12 കിട്ടി. ഇനി എല്ലാം കണ്ടുപിടിക്കാമല്ലോ, സൈനും കോസും എല്ലാം. സൈൻ എന്ന് പറഞ്ഞാൽ എന്ത് വരും, സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ഓപ്പോസിറ്റ് എത്രയാ, 12, ഹൈപ്പോട്ടനസ് എത്രയാ, 13. എത്ര കിട്ടും, 12/13. പക്ഷേ ഫോർത്ത് ക്വാഡ്രന്റ് ആയതുകൊണ്ട് എന്തിട്ടേക്കണം, നെഗറ്റീവ്. സൈൻ ആയി, അടുത്ത ഏതാ, കൊസീക് എക്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ തിരിച്ചിരുന്നത്, സൈനെ തിരിച്ചിരുന്നത്. അപ്പൊ എത്ര വരും, -13/12. സൈനുമായി കൊസീക്കോ. ഇനി അടുത്ത ഏതാ, ടാൻ തീറ്റ. ടാൻ തീറ്റ അല്ല, ടാൻ എന്താ, എക്സ് ആണ്. ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. ഓപ്പോസിറ്റ് ഏതാ, എക്സിന്റെ ഓപ്പോസിറ്റ് 12ഉം അഡ്ജസന്റ് ഏതാ 5. അപ്പൊ എത്ര കിട്ടും, 12/5. പക്ഷെ എന്ത് കിട്ടണം, ഫോർത്ത് ക്വാഡ്രന്റ് ആയതുകൊണ്ട് നെഗറ്റീവ്. കാരണം ഫോർത്തില് കോസും സീക്കും ആണ് പോസിറ്റീവ്. ടാൻ എക്സ് ആയി, അതുപോലെ തന്നെ കോട്ടക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇത് തിരിച്ചിട്ടാണ്. എത്ര കിട്ടി, -5/2. അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പഠിച്ചല്ലോ. ഇനി ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്, അത് നിങ്ങൾ തന്നെ ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്യേണ്ടത്, ഇത് ഈ 3 എണ്ണം പഠിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി എല്ലാം പഠിക്കും എന്നാണ് എന്റെ വിശ്വാസം. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വരാം. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വന്നിട്ട് എന്ത് ചെയ്യാം, അവിടെ ചോദിക്കാം. ഓക്കെ, അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡൗട്ട്സ് ഒക്കെ സോൾവ് ചെയ്തു. ഇതുപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഫൈൻ സൈൻ 31π/3. 2 മെത്തേഡ് ഉണ്ട്, രണ്ടല്ല ഇഷ്ടം പോലെ മെത്തേഡ്സ് ഉണ്ട് നമുക്ക് ഇത് ചെയ്യാനായിട്ട്. ഞാൻ 2 മെത്തേഡിലും കാണിച്ചു തരാം. 2 മെത്തേഡിൽ കാണിച്ചു തരാം. ഇപ്പൊ മെത്തേഡ് 1 എന്ന് പറഞ്ഞാൽ നോക്കിയേ, മെത്തേഡ് 1 നോക്കിയേ, സൈൻ ക്വസ്റ്റ്യൻ എന്താ, സൈൻ 31π/3. 31π/3 നോക്കിയേ, ഈ 31π/3 അറിയത്തില്ല, പക്ഷെ നമുക്ക് π/3 അറിയാം അല്ലെ. അപ്പൊ അതിനു വേണ്ടി ഞാൻ ഇതിനെ എന്താക്കും, സൈൻ ഓഫ് 31π/3 ചേഞ്ച് ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ചോണം. അപ്പൊ നോക്കിയേ, ഇവിടെ എന്തായാലും 3 വരണം. അപ്പൊ നമ്മള് ഇവിടെ ഒരു 3 ഇട്ടു. ഇനി നോക്കിയേ, 31 വരണമെങ്കിൽ ഇതിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ 13 ആവുന്നത്, 10 കൊണ്ടല്ലേ അല്ലെ. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 30 വരും. 10 × 3 30 എന്ന് വരും. പ്ലസ് 1 കൂടെ ചെയ്താൽ മതി അല്ലെ. അപ്പൊ ഇവിടെ ഒരു 10π എന്ന് കൊടുത്തു കണ്ടോ. 3 × 10π 30π. ഇനി എല്ലാം കൂടെ വേണം, ഒരെണ്ണം കൂടെ പോരെ. 3 × 10π 30π 30 + π 31π/3. മനസ്സിലായല്ലോ. നോക്കിയേ, ഇപ്പൊ സൈൻ 10π + π/3 മനസ്സിലായല്ലോ. ഇനി നോക്കിയേ, വേറൊരു ഫോർമുല അറിയണം. ഫോർമുല എന്ന് പറഞ്ഞാൽ ഇതുണ്ട്, ഞാൻ അത് വിട്ട് ഡയറക്റ്റ് പ്രോബ്ലംസിലേക്കാണ് കടന്നിരിക്കുന്നത്. നോക്കിയേ, സൈൻ 2π + തീറ്റ. സൈൻ 2π + തീറ്റ എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വലാ, സൈൻ തീറ്റയോട് ഈക്വലാ. സൈൻ 2π + തീറ്റ. 2π എന്ന് പറഞ്ഞാൽ 360 എന്ന് പറയുന്നത്. 360 + തീറ്റ ഫസ്റ്റ് ക്വാഡ്രന്റിലേക്കാണ് പോകുന്നത്. 2π + തീറ്റ എല്ലാം പോസിറ്റീവ്, ഫസ്റ്റ് ക്വാഡ്രന്റ് എല്ലാം പോസിറ്റീവ് ആണ്. അപ്പൊ സൈൻ 2π + തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ. ഈ 2πയുടെ മൾട്ടിപ്പിൾസ്, അതായത് 2 × 2 എത്രയാ, 4π + തീറ്റ ചെയ്താലും എത്ര തന്നെയാണ്, സൈൻ തീറ്റയാണ്.
ഇനി അടുത്തത് സൈൻ ഏത് നമ്പർ 2നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു 2 5 എത്രയാ 10π പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാ സൈൻ തീറ്റ. അതിന്റെ അർത്ഥം ഈവൻ നമ്പേഴ്സ് ആയിട്ടുള്ള ഏത് വന്നാലും ഏതൊക്കെയാ ഈവൻ നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ് കിട്ടുന്നത് സൈൻ തീറ്റ എന്ന് തന്നെ കിട്ടും. ഇത് നോക്കിയാൽ 10π ഒരു ഈവൻ നമ്പർ അല്ലേ, അപ്പൊ നമുക്ക് ഇത് എന്തിന്റെ ഫോമില സൈൻ 2π പ്ലസ് തീറ്റ എന്താ സൈൻ തീറ്റ. സൈൻ തീറ്റയുടെ സ്ഥാനത്ത് എത്രയാ π/3. സൈൻ π/3 എന്ന് പറഞ്ഞാൽ എന്താ സൈൻ 180/3 180/3 എത്രയാ സൈൻ 60. സൈൻ 60യുടെ വാല്യൂ √3/2. മനസ്സിലായല്ലോ. അപ്പൊ ഇങ്ങനെ ഓർക്കുക സൈൻ 31π/3 എങ്ങനെ എഴുതുക, ഒരു π/3 എന്നുള്ളത് കൊടുക്കുക കേട്ടോ. ഏതാണോ വേണ്ടത് π/3 അല്ലേ, അപ്പൊ π/3 അങ്ങോട്ട് മാറ്റിയിടുക, എന്നിട്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്യുക. എങ്ങനെയാ π/3 മാറ്റിയിട്ട് എത്ര മൾട്ടിപ്ലൈ ചെയ്താലാ 3 × 10 ചെയ്യുമ്പോൾ 30 ആവും, അങ്ങനെ മാറ്റിയിടുക. ഇനി വേറെ മെത്തേഡ് 2 എന്ന് പറഞ്ഞാൽ സൈൻ 31π/3 അപ്പൊ 31π/3 എന്നുണ്ട്. ഈ π/3 ഞാൻ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യും. എത്ര കിട്ടും 180/3 ആണല്ലോ. പൈ എന്ന് പറഞ്ഞാൽ 180 അല്ലേ, 180/3 അപ്പൊ എത്രയാ സൈൻ 31 × π/3. 180/3 എന്ന് പറഞ്ഞാൽ 60 അല്ലെ, 180നെ 3 കൊണ്ട് ഹരിച്ചാൽ 60. ഇപ്പൊ ഈ 31 × 60 31 × 60 എന്ന് പറഞ്ഞാൽ 186 അല്ലെ. അപ്പൊ ഇത് എത്ര കിട്ടും സൈൻ 31 × 60 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും സൈൻ 186 ഒരു 0 കൂടെ സൈൻ 186. ഇത്ര മനസ്സിലായല്ലോ. അപ്പൊ ഇനി ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യമേ ഇതിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്തു ഡിഗ്രി. ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണ് കേട്ടോ. ആദ്യമേ π/3 നമ്മൾ 180/3 ആക്കി 16 ആക്കി. ഇനി ചെയ്യേണ്ടത് ഈ എന്ത് കിട്ടിയാലും എന്ത് നമ്പർ കിട്ടിയാലും നമ്മൾ അതിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യും 360. ഈ 360 എന്ന് പറഞ്ഞാൽ 2π ആണേ, ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും ഈ 360 അകത്ത് 1860 അകത്ത് 360 എത്ര കേട്ടോ 5 വട്ടം, അപ്പൊ 1800 എന്നുണ്ട്. റിമൈൻഡർ എത്രയാ 60. അപ്പൊ നോക്കിയേ ഇനി ചെയ്യേണ്ടത് നമ്മൾ ഈ 1860 ഇപ്പൊ നമുക്ക് അതിൽ ഇട്ടിരിക്കുന്നത് സൈൻ 1860 ഇതിനെ ചേഞ്ച് ചെയ്യുന്നത് ശ്രദ്ധിച്ചോ. സൈൻ ഓഫ് 1860 നമ്മൾ ഇപ്പൊ നമ്മുടെ കിട്ടിയ സാധനവും ഈ 2π കൂടെ മൾട്ടിപ്ലൈ 360 അല്ല 2π കൊണ്ട് അപ്പൊ എത്രയാ 5 × ഏതാ 2π. പിന്നെ റിമൈൻഡർ ആഡ് ചെയ്യണം. റിമൈൻഡർ എത്രയാ 60. റിമൈൻഡർ 60 മനസ്സിലായല്ലോ. അപ്പൊ ആദ്യമേ 5 × ഏതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് പ്ലസ് റിമൈൻഡർ 5 × 2π എത്രയാ സൈൻ 10π. സൈൻ 10π പ്ലസ് 60. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ ഇവിടെ ഈവൻ നമ്പർ ഓഫ് മൾട്ടിപ്പിൾ ആണെങ്കിൽ എന്തിനാ കിട്ടുന്നത് സൈൻ തീറ്റ ആണ്. സൈൻ തീറ്റ എത്രയാ സൈൻ 60. സൈൻ 60യുടെ വാല്യൂ √3. ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇതുപോലത്തെ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കലി ഇത് പഠിക്കും. പേടിക്കൊന്നും വേണ്ട, നമുക്ക് സിമ്പിൾ ആക്കി തന്നെ പഠിക്കാം. ഓക്കെ മക്കളെ, കോസ് ഓഫ് -1710 മൈനസ് ഓഫ് തീറ്റ, അതായത് സംതിങ് വാല്യൂ ഈസ് ദർ ഇൻസൈഡ് ദ ബ്രാക്കറ്റ് അല്ലെ. അപ്പം മൈനസ് ഉണ്ട്, പക്ഷെ മൈനസ് വരുമ്പോൾ ശ്രദ്ധിക്കുക കോസ് ഓഫ് മൈനസ് തീറ്റ എന്നാണെങ്കിൽ കോസ് ഓഫ് മൈനസ് തീറ്റ കോസിന്റെ അകത്ത് നെഗറ്റീവ് ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് എഴുതാം ഡയറക്റ്റ് മൈനസിനെ കളയാം കോസ് തീറ്റ എന്ന് എഴുതാം. അതേപോലെ കോസിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള സീക്കിന്റെ അകത്തും മൈനസ് വരുന്നെങ്കിൽ നമുക്ക് എന്ത് എഴുതാം സീക്ക് തീറ്റ എന്ന് എഴുതാം. ആ സമയത്ത് സൈനും അല്ല സീക്കും കോസും അല്ലാതെ ബാക്കി ഏതെങ്കിലും വന്നു ഇപ്പൊ സൈൻ ഓഫ് മൈനസ് തീറ്റ എന്ന് നമുക്ക് സൈൻ തീറ്റ എന്ന് എഴുതാൻ പറ്റുമോ ഇല്ല. അവിടെ എന്താവും മൈനസ് വെളിയിലോട്ട് പോകും മൈനസ് സൈൻ തീറ്റ. സൈൻ തീറ്റ ആണെങ്കിൽ കൊസീക്കും അങ്ങനെ തന്നെയല്ലേ. കൊസീക്ക് ഓഫ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് വരും മൈനസ് കൊസീക് തീറ്റ. അതേപോലെ തന്നെ ടാൻ ഓഫ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാ മൈനസ് ടാൻ തീറ്റ. അതിന്റെ റെസിപ്രോക്കൽ കോട്ട് ഓഫ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാ മൈനസ് കോട്ട് തീറ്റ. ഇതൊന്നും കണ്ട് പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ ഇപ്പൊ ഇത്ര ഓർക്കുക കോസ് ഓഫ് മൈനസ് തീറ്റ എന്ത് തന്നെയാ കോസ് തീറ്റ. ഈ കോസ് ഓഫ് -170 നമുക്ക് എന്ത് എഴുതാം കോസ് ഓഫ് മൈനസ് അങ്ങ് കളഞ്ഞിട്ട് 1710 ഡിഗ്രി. മനസ്സിലായല്ലോ, കാരണം എന്നാ റീസൺ മനസ്സിലായല്ലോ. കോസ് ഓഫ് മൈനസ് തീറ്റ എന്തിനോട് ഈക്വൽ ആ കോസ് തീറ്റ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുക ഇതിന്റെ തൊട്ടടുത്തുള്ള 360ന്റെ മൾട്ടിപ്പിൾ ഉണ്ട്. തൊട്ടടുത്തുള്ള നമ്മൾ നേരത്തെ എന്തായിരുന്നു നേരത്തെ ഇത് ഏത് ക്വസ്റ്റ്യനായിരുന്നു 31π/3 ഇല്ലേ. ഇപ്പൊ 31 1860 വരെ വന്നു. ഇപ്പൊ 1800 ആണ് അതിന്റെ അടുത്ത് വന്നത് അല്ലെ. 1800 പ്ലസ് സംതിങ് 60 എന്നാണ് നമ്മൾ എഴുതുന്നത്. പക്ഷെ ഇവിടെയും നമുക്ക് 1800 അടുത്തുള്ള നമ്പർ അല്ലേ. നോക്കി കോസ് ഓഫ് 1710 നമുക്ക് എങ്ങനെ എഴുതാം. അപ്പം 1800 ഉണ്ട് 1800 വരുന്നുണ്ടായിരുന്നല്ലോ അല്ലെ 1800 കാരണം 360 × 5 ചെയ്യുമ്പോഴാണ് എത്ര 1800 കിട്ടുന്നത്. അപ്പൊ 1800 ഉണ്ട്. 1800 നിന്ന് എത്ര കുറയ്ക്കുമ്പോഴാണ് 1710 1700 ആണെങ്കിൽ 100 വന്നേ 1710 ആണെങ്കിൽ 90 കണ്ടോ ഇതല്ലേ. ഈ 1800 എന്ന് പറഞ്ഞാൽ എന്നാ ഐറ്റം എന്താ ഐറ്റം 2π അതായത് 360 എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നല്ലേ മൈനസ് തീറ്റ. അതായത് ഞാൻ പറഞ്ഞു 2π പ്ലസ് തീറ്റ ആണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു സൈൻ ഓഫ് 2π പ്ലസ് തീറ്റ എന്നാണെങ്കിൽ എന്താണ് സൈൻ തീറ്റ എന്നാണ്. ഇവിടെ പക്ഷെ കോസ് ഓഫ് 2π മൈനസ് തീറ്റ അല്ലെങ്കിൽ ഈ 2π മൈനസ് തീറ്റയാണ് നമ്മൾ എന്ത് എഴുതുന്നത് കോസ് ഓഫ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാ കോസ് തീറ്റ. ഇതിനെ എന്ത് എഴുതാം 2π മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ ആണ്. തീറ്റ ഏതാ കോസ് 90 തന്നെ. കോസ് 90യുടെ വാല്യൂ എത്രയാ 0 അല്ലെ. കോസ് 90 0. ഇതിന്റെ ആൻസർ എത്രയാ 0. അപ്പൊ മനസ്സിലാക്കണം സൈൻ 2π പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ആണ്.
കോസ് 2π മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഏതാ ഫോർത്ത് ക്വാഡ്രന്റിലേക്ക്. ഇങ്ങനെ ഒരു വര വരയ്ക്കുമ്പോൾ ഇതല്ലേ ഫോർത്ത് ക്വാഡ്രന്റ്. ഫോർത്ത് ക്വാഡ്രന്റിന്റെ അകത്തോട്ടാണ് വരുന്നത്. അതേതാ കോസ് ആണ് ഇവിടെ പോസിറ്റീവ്. അതുകൊണ്ടാണ് കോസ് ഓഫ് 2π മൈനസ് തീറ്റ എന്താ പോസിറ്റീവ്. ആ സമയത്ത് സൈൻ ഓഫ് 2π മൈനസ് തീറ്റ എന്താ? സൈൻ ഓഫ് 2π മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ തീറ്റ. എന്താണ് മൈനസ് സൈൻ തീറ്റ? കേട്ടോ, സൈൻ ഓഫ് 2π മൈനസ് തീറ്റ. ഈ മൈനസ് തീറ്റയുടെ മീനിങ് എന്ത് തന്നെയാ? 2π മൈനസ് തീറ്റ എന്ന് തന്നെയാ കേട്ടോ. എത്രയാ? മൈനസ് സൈൻ തീറ്റ. ഈ ക്വസ്റ്റ്യനും മനസ്സിലാകുന്നത്. ഇനി നമുക്ക് ചെയ്യണം ഇതുപോലത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അടുത്ത ക്വസ്റ്റ്യൻ സൈൻ 765. സൈൻ 765 ഞാൻ പറഞ്ഞു ഏത് കിട്ടിയാലും നിയറസ്റ്റ് 360 ടേമിലേക്ക് കൊണ്ടുവരാം. നോക്കിയേ 1 into 360 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 360 എന്ന് കിട്ടും. 2 into 360 എന്ന് പറഞ്ഞാൽ എത്രയാ? 36 720. കണ്ടോ, അപ്പൊ 720 അടുത്തുള്ള ഒരു വാല്യൂ അല്ലേ ഇത്? കണ്ടോ 720. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? സൈൻ 720 അല്ലെ? 720 കാരണം 2 into 360 അതാണ് 720 പ്ലസ് 20 കൂടെ 45 കൂട്ടുന്നതാണ് 65. കണ്ടോ, സൈൻ 720 പ്ലസ് 45. അതായത് നമുക്ക് ഈ 720 എന്ന് പറഞ്ഞാൽ 2 into 360, അതായത് 2 into 360 എന്ന് പറഞ്ഞാൽ 2π. 2 into 2π പ്ലസ് 45. കണ്ടോ, അപ്പൊ നമുക്ക് ഡയറക്റ്റ് എഴുതാം. 2 into 2π എന്ന് പറഞ്ഞാൽ എന്താ? 2πയുടെ മൾട്ടിപ്പിൾ അല്ലേ? 2πയുടെ ഏത് മൾട്ടിപ്പിൾ വന്നാലും എന്താ ആൻസർ? ഓൾറെഡി ഞാൻ പഠിപ്പിച്ചായിരുന്നു. സൈൻ 2π പ്ലസ് തീറ്റ എന്താ തന്നെയാ? സൈൻ തീറ്റ തന്നെ. 2നെ ഏതുകൊണ്ട് വേണമെങ്കിലും മൾട്ടിപ്ലൈ ചെയ്തോ ആൻസർ എത്ര തന്നെയാ? സൈൻ തീറ്റ. അവിടെ സൈൻ തീറ്റയുടെ വാല്യൂ എത്രയാ? 45. സൈൻ 45ന്റെ വാല്യൂ എത്രയാ? 1/√. ഓൾറെഡി പഠിച്ചല്ലേ? സൈൻ 45ന്റെ വാല്യൂ 1/√. ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കോസും കൂടെ ചെയ്യാലോ. കോസ് 765 എന്ന് ചോദിച്ചാൽ എന്ത് വരും? കോസ് 765 എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ കോസ് ഓഫ് എന്താ നേരത്തെ എഴുതിയ പോലെ 720 പ്ലസ് 45 അല്ലെ? ഇതിന്റെ അർത്ഥം എന്താ? കോസ് ഓഫ് ഇവിടെയും എന്ത് തന്നെയാ? കോസ് ഓഫ് 2 into 2π പ്ലസ് 45. 2 into 2π എന്ന് പറഞ്ഞാൽ 720 തന്നെയാണ്. കോസ് 45 എന്ന് കിട്ടും. കോസ് ഓഫ് nπ പ്ലസ് തീറ്റ എന്ത് തന്നെയാ? 2nπ പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാ? കോസ് തീറ്റ. എന്ത് തന്നെയാണ്? കോസ് തീറ്റ. കാരണം ഇതെല്ലാം ഫസ്റ്റ് ക്വാഡ്രന്റിലേക്ക് പോകുന്നത്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാം പോസിറ്റീവ് അല്ലേ? അപ്പൊ കോസ് 45 അതും എത്ര തന്നെയാ ആൻസർ? 1/√. എത്ര ആൻസർ? 1/√. കോസ് 45 എത്ര തന്നെയാ? 1/√. അപ്പൊ നോക്കിയാൽ സൈൻ y കോസ് y വേണമെങ്കിൽ ടാൻ കാണാമല്ലോ. ടാൻ 765 എന്ന് ചോദിച്ചാൽ എന്ത് കിട്ടും? സൈൻ ബൈ കോസ്. സൈൻ ബൈ കോസ്. സൈൻ ബൈ കോസ്. സൈന്റെ വാല്യൂ എത്രയായിരുന്നു? സൈന്റെ വാല്യൂ 1/√2 ഡിവൈഡഡ് ബൈ കോസ് എത്ര തന്നെയാ? 1/√2. 1/√2 ബൈ 1/√2 എത്ര ആൻസർ? 1 അല്ലെ? അപ്പൊ ടാൻ 765ന്റെ വാല്യൂ എത്രയാ ചോദിച്ചാൽ എത്രയാ? 1. അടുത്തത് കൊസീക് ഓഫ് -1410. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഇത് തന്നെ. അതായത് സൈൻ ഓഫ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ ഓഫ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ തീറ്റ. മൈനസ് സൈൻ തീറ്റ. അപ്പൊ കൊസീക് ഓഫ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാ? കൊസീക് ഓഫ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാ? മൈനസ് കൊസീക് തീറ്റ. അപ്പൊ എന്ത് കിട്ടും? മൈനസ് കൊസീക് തീറ്റ. എപ്പോഴാ പോസിറ്റീവ് ആവുന്നത്? അതായത് കോസിന്റെ അകത്താ മൈനസ് വരുന്നെങ്കിൽ, കോസിന്റെ അകത്താ പോസിറ്റീവ് വരുന്നെങ്കിൽ പോസിറ്റീവും, നെഗറ്റീവ് വരുന്നെങ്കിൽ പോസിറ്റീവും, അതുപോലെ തന്നെ അതിന്റെ റെസിപ്രോക്കൽ സീക്ക് ഓഫ് മൈനസ് തീറ്റ വന്നാലും എന്ത് തന്നെയാ? സീക്ക് തീറ്റ. പക്ഷെ ബാക്കിയുള്ള ഇത് രണ്ടും അല്ലാതെ ബാക്കി എന്ത് വന്നാലും നെഗറ്റീവ് തന്നെയാണ് ആൻസർ. അപ്പൊ കൊസീക് ഓഫ് -1410 എന്ന് പറഞ്ഞാൽ മൈനസ് കൊസീക്ക് 1410. കണ്ടോ, ആ മൈനസ് എന്ത് ചെയ്യണം? വെളിയിലിട്ടിട്ട് ബാക്കി കണ്ടോ മൈനസ് കൊസീക്ക് 1410. ഇനി നമുക്ക് നോക്കിയേ, അപ്പൊ ഇതായി. ഇനി നമ്മൾ ഞാൻ പറയില്ലേ നിയറസ്റ്റ് ആയിട്ടുള്ള 360യുടെ മൾട്ടിപ്പിളിലേക്ക് എത്തിക്കാം. 360ന്റെ മൾട്ടിപ്പിൾ. അപ്പൊ 360 into 1 എന്ന് പറഞ്ഞാൽ എത്രയാ? 360 ആണ്. അടുത്തതാ 360 into 2 എന്ന് പറഞ്ഞാൽ എത്രയാ? 720 ആണ്. അപ്പൊ അത് എടുക്കാൻ പറ്റത്തില്ല, 1400. അപ്പൊ 360 into 3 ചോദിച്ചാൽ എത്രയാ? 36 എടുത്തിട്ട് 108 1080 ആണ്. അതുമല്ല 360 into 4 ചെയ്താലോ എത്ര കിട്ടും? 144 അല്ലെ? 144.00. അതിന്റെ അടുത്തല്ലേ 144.40. ഇപ്പൊ നോക്കി ഇതിനെ അങ്ങനെ വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം. കൊസീക് ഓഫ് മൈനസ് ഉണ്ട് വെളിയില്, മൈനസ് കൊസീക് ഓഫ് 1410 ആണ്. നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് ഉണ്ട് വെളിയില് കൊസീക് ഓഫ് കണ്ടോ 1410. പക്ഷെ നമുക്ക് അതിന്റെ അടുത്ത ആരാ? 1440 ഉണ്ട്. 1440 നിന്ന് എത്ര കുറച്ചാൽ മതി? 40 - 10 30 അല്ലെ? 30 കുറച്ചാൽ എന്ത് കിട്ടും? 1410 കിട്ടും. കണ്ടോ 1440 നിന്ന് 30 കുറച്ചാൽ എത്ര കിട്ടും? 1410. അപ്പൊ നോക്കിയേ, ഇപ്പൊ ഇങ്ങനെയായില്ലേ? ഇപ്പൊ മൈനസ് കൊസീക് ഓഫ് ഈ 1440 എന്ന് പറഞ്ഞാൽ 360 into 4. 360 എന്ന് പറഞ്ഞാൽ എത്രയാ? 2π into 4 minus 30 ആണ് അല്ലെ? ഇപ്പൊ ഇങ്ങനെയാണ് അടുത്തത്. ഈ ഞാൻ പറഞ്ഞു മൈനസ് ഓഫ് കൊസീക് ഓഫ് നെഗറ്റീവാ, കുറയ്ക്കുക. അപ്പൊ കൊസീക് ഓഫ് 2π മൈനസ് തീറ്റ എന്താന്ന് ആദ്യം മനസ്സിലാക്കണം. കൊസീക് ഓഫ് 2π അല്ലെങ്കിൽ അതിന്റെ മൾട്ടിപ്പിൾ മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഫോർത്ത് ക്വാർട്ടറിൽ കൊസീക്ക് നെഗറ്റീവാ. അപ്പൊ മൈനസ് കൊസീക് തീറ്റ എന്നാണ്. എന്തായിരുന്നേ? മൈനസ്. അപ്പൊ ഇതെന്ത് വരും? ഇതെന്ന് പറഞ്ഞാൽ 8π minus 30 ആണ് അല്ലെ? 8π എന്ന് പറഞ്ഞാൽ 2ന്റെ ഏത് വന്നാലും ആൻസർ ഓൾറെഡി എന്തുണ്ട്? വെളിയിൽ ഒരു നെഗറ്റീവ് ഉണ്ട്. വീണ്ടും എന്ത് തന്നെ വരും? മൈനസ് കൊസീക് 30 വരും. എന്ത് കിട്ടും?
വീണ്ടും മൈനസ് കൊസീക് 30. എന്തുകൊണ്ടാ ഇത് ചെയ്യുമ്പോൾ എന്താ മൈനസ് ആവും, ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, മൈനസ് എന്താവും പ്ലസ് കൊസീക് 30. കൊസീക് 30 എന്ന് പറഞ്ഞാൽ എന്തിന്റെ റെസിപ്രോക്കലാ? സൈന്റെ റെസിപ്രോക്കൽ അല്ലേ? 1/sin30. 1/sin30. sin30യുടെ വാല്യൂ എത്രയാ? 1/2. ഈ 2 നേരെ മുകളിൽ പോകും, ആൻസർ എത്രയാ? 2 ആണ്. മനസ്സിലായാലോ? ഇത്രയും കാര്യങ്ങളുണ്ട് കേട്ടോ. ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഇതൊന്ന് ഓർത്ത് വെച്ചേരും. അതായത് ഇത് വെച്ചിട്ടുള്ള എല്ലാം കൂടുതലും വരുന്നത്. അപ്പൊ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേരും. അതായത് സൈൻ ഓഫ് 2π + θ എത്രയാ? എല്ലാം 2π പ്ലസ് ആണെങ്കിൽ എല്ലാം പോസിറ്റീവാ, എല്ലാം പോസിറ്റീവ്. സൈൻ 2π + θ അല്ലെങ്കിൽ എന്നതാ അത് സൈന് വരാം, വേറെ ഏതൊക്കെ വരാം, ഏത് വന്നാലും എന്തും 2π + θ വെച്ചിട്ടാ വരുന്നെങ്കിൽ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സൈൻ 2π + θ സൈൻ θ. അതുപോലെ cos 2π + θ എന്ന് പറഞ്ഞാൽ എന്താ? cos θ. tan 2π + θ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാ? tan θ. അതേപോലെ തന്നെ sec 2π + θ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാ? sec θ. അതേപോലെ തന്നെ cot 2π + θ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാ? cot θ അല്ലെ? ഈ 2πയുടെ വാല്യൂ 2πയോ അതിന്റെ മൾട്ടിപ്പിൾസോ വരാമായ 2π 4π വരാം, 6π വരാം, 8π വരാം, 10π വരാം, 12π, അങ്ങനെ ഏത് വന്നാലും ആൻസർ ഇത് തന്നെ. അപ്പം അടുത്തതാ കൊസീക് 2π + θ വന്നാലും എന്ത് തന്നെ ആൻസർ? പോസിറ്റീവ് ആണ്, കൊസീക് θ. ആ സമയത്ത് സൈൻ 2π + θക്ക് വരാൻ എന്താവുക? 2π - θ എന്നാവുകയാണെങ്കിൽ സൈൻ θ ആണോ ആൻസർ? അല്ല, 4th ക്വാഡ്രന്റിലേക്കായിരുന്നു. ഇത് ഏത് ക്വാഡ്രന്റിലാ? ഇത് 4th ക്വാഡ്രന്റിൽ. ഇത് 4th ക്വാഡ്രന്റിൽ. ഇത് എന്തിലാങ്ങോട്ടാ പോകുന്നത്? ഫസ്റ്റിലെല്ലാം പോസിറ്റീവ് ആയിട്ടാണ് പോസിറ്റീവ്. സൈൻ 2π - θ sin θ. അടുത്ത cos 2π - θ എന്താ? 4th ക്വാഡ്രന്റിലേക്ക് പോകുന്നത്. കോസ് പോസിറ്റീവ് ആയിട്ട് മൈനസ് വരുമോ? ഇല്ല, cos θ. പക്ഷെ ടാന്റെ കാര്യത്തിൽ എന്താവും? 2π - θ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാ? 4th ക്വാഡ്രന്റിൽ നെഗറ്റീവ്, അതുകൊണ്ട് മൈനസ് tan θ. ഇനി അടുത്ത സീക്ക് എന്ന് പറഞ്ഞാൽ കോസ് പോലെ തന്നെ റെസിപ്രോക്കലാ അല്ലെ? കോസിന്റെ റെസിപ്രോക്കലാ. അപ്പം പോസിറ്റീവ് ആണ് സീക്ക് θ. ബാക്കിയുള്ള എല്ലാം എന്തായിരിക്കും? നെഗറ്റീവ്. അതാരാ? cot 2π - θ ചെയ്താൽ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും, കാരണം 4th ക്വാഡ്രന്റിൽ നെഗറ്റീവ്. ലാസ്റ്റ് കൊസീക്കിന്റെ ഏതാ? കൊസീക്ക് 2π - θ ചെയ്താൽ എന്ത് തന്നെ കിട്ടും? നെഗറ്റീവ്, മൈനസ് കൊസീക് θ. മനസ്സിലായാലോ? ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഇനിയും നമുക്ക് ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് എന്ത് ചെയ്യാണ്ട് ചെയ്യാനായിട്ട്. tan 19π/3. അപ്പൊ ടാൻ എഴുതുക. ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ വരുമ്പോ എന്ത് ചെയ്യുക, ഇവിടെ വരുന്ന സംഖ്യ നോക്കുക. നമുക്ക് പരിചയമുള്ള π/3, π/6, π/2. അപ്പൊ π/3 അപ്പൊ ഇവിടെ π/3 വെക്കും. നോക്കി, ഇവിടെ പ്ലസ് ആണോ മൈനസ്? 18നെക്കാട്ടി ഈ 3ന്റെ മൾട്ടിപ്പിൾ വരുന്നതാണ് 18. അതിനെക്കാട്ടി കൂടുതലാണ്. അപ്പൊ നമ്മൾ പ്ലസ് ഉണ്ട്. അപ്പൊ നോക്കി 3 × എത്ര ചെയ്യുമ്പോഴാണ് 18 വരുന്നത്? 6π ഉണ്ടോ? 6π × 3 18π. 18π + π 19π. അപ്പൊ നോക്കി 6π അല്ലെങ്കിൽ ഏതാ 4π 2π. ഞാൻ പറഞ്ഞു ഇതെല്ലാം 2πയുടെ മൾട്ടിപ്പിളാ. ഇതെല്ലാം 2πയുടെ മൾട്ടിപ്പിളാ. 2π വന്നാലോ 4π വന്നാലോ 6π വന്നാലോ 8π വന്നാലോ എല്ലാം ഒരേ ആൻസേഴ്സ്. പക്ഷെ ഓഡ് നമ്പേഴ്സ് പറ്റത്തില്ല. 5π ഒന്നും പറ്റത്തില്ല, 3π ഒന്നും പറ്റത്തില്ല. പക്ഷെ ഇതുപോലത്തെ വന്നു കഴിഞ്ഞാൽ ഒരേ ആൻസേഴ്സ്. അതിന്റെ അർത്ഥം എന്താ? tan 6π + π/3 എന്ന് പറഞ്ഞാലും tan 2π + π/3 എന്ന് പറഞ്ഞാലും സെയിം ആണ്. tan 2π + θ പ്ലസ് വന്നാൽ ഞാൻ കുറച്ചും മുമ്പേ പറഞ്ഞ എല്ലാം പോസിറ്റീവാ. എത്രയാ? tan π/3. tan π/3 അതിന്റെ അർത്ഥം എന്നാ? tan π/3 180/3. 180/3 എത്രയാ? 60. tan 60. tan 60യുടെ വാല്യൂ √3. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാ? √3. മനസ്സിലായാലോ? സൈൻ ഓഫ് -11π/3. സൈൻ ഓഫ് മൈനസ്. അപ്പൊ നമുക്കറിയാം സൈൻ ഓഫ് -θ എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ ഓഫ് -θ എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞായിരുന്നു -sin θ. ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യം. സൈൻ ഓഫ് -sin θ എന്ന് പറഞ്ഞാൽ -sin θ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതണം? -sin θ. θ എന്ന് പറഞ്ഞാൽ 11π/3. 11π/3. ഇവിടെ എന്നാ ഉണ്ട്? മൈനസ് ഓഫ് സൈൻ 11π/3. നോക്കി, ഇതിനെ ഇനി ചേഞ്ച് ചെയ്യണ്ടേ? മൈനസ് ഞാൻ അവിടെ തന്നെ ഇട്ടേക്കുക. സൈൻ ഉണ്ട് 11π/3 ആ. π/3 ആണ് നമ്മുടെ പരിചയമുള്ളത്. അപ്പൊ π/3നെ അവിടെ നിൽക്കുക. പിന്നെ നേരെ മൾട്ടിപ്പിളിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഈവൻ നമ്പേഴ്സ് വെച്ച് നോക്കി. 3 × 2 ചെയ്യുമ്പോൾ 6 ഉള്ളാവുന്നുള്ളൂ. 11ന്റെ അടുത്ത് വരണം. അപ്പൊ 3 × 3 എടുത്താൽ 9 ആവും. അത് നമുക്ക് എടുക്കരുത്, കാരണം ഓഡ് നമ്പർ വേണം നമുക്ക് 4. അപ്പൊ 3 × 4 ചെയ്താൽ എത്ര? 12π. അതിനടുത്തല്ലേ? അപ്പൊ ഇവിടെ 4π ഇട്ടാൽ എന്ത് വരും? 4π ഇട്ട് കഴിഞ്ഞാൽ എന്ത് വരും? 4 × 3 12. പക്ഷെ 11 മതി. ഇപ്പൊ ഒന്ന് കുറച്ചാൽ മതി. 4 × 3 12π - 11. അപ്പൊ നോക്കി, ഇങ്ങനെ ആയില്ലേ? മൈനസ് സൈൻ 4π എന്ന് പറഞ്ഞാലും 2π എന്ന് പറഞ്ഞാലും സെയിം ആണെന്ന് ഞാൻ പറഞ്ഞു. 2π - π/3. നോക്കി, സൈൻ ഓഫ് 2π - θ കുറച്ചുമ്പോ ഞാൻ പറഞ്ഞായിരുന്നു. സൈൻ 2π - θ നെഗറ്റീവാ. അപ്പൊ എന്താ വരും? -sin θ. അപ്പൊ ഓൾറെഡി എന്തുണ്ട്? ഒരു മൈനസ് ഉണ്ട്. വീണ്ടും എന്താ? ഇതിന്റെ മൈനസ്. ഇത് സൈൻ 2π - θ എന്ന് പറഞ്ഞാൽ എന്താ? -sin θ. -sin θയുടെ സ്ഥാനത്ത് π/3. മൈനസ് മൈനസ് എന്താവും? പ്ലസ് ആവും. സൈൻ π/3. സൈൻ 60. സൈൻ 60 എത്രയാ?
sin 60 √3/2. അപ്പൊ ആൻസർ എത്രയുണ്ട്? √3/2. മക്കളെ അടുത്തതാണ് കോട്ട് ഓഫ് മൈനസ് തീറ്റ അല്ലെ. കോട്ട് ഓഫ് മൈനസ് തീറ്റ എന്നാന്ന് നമുക്കറിയാം. എന്നതാ ഞാൻ പറഞ്ഞു, കോസോ സീക്കോ നെഗറ്റീവ് വന്നാൽ അകത്ത് നെഗറ്റീവ് വന്നാൽ പോസിറ്റീവാ. പക്ഷെ കോട്ട് ഓഫ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് കോട്ട് തീറ്റ. മൈനസ് കോട്ട് തീറ്റ. അപ്പൊ ഒരു മൈനസ് ഉണ്ട്, കോട്ട് തീറ്റയുടെ സ്ഥാനത്ത് എന്താ? 15π/4. 15π/4. അപ്പൊ ഇതിനെങ്ങനെ ചേഞ്ച് ചെയ്യുന്ന നോക്കി. മൈനസ് കോട്ട് 15π/4നെ π/4 ഉണ്ട്. അപ്പൊ എങ്ങനെ എഴുതും? മൈനസ് ഇടുക, ഓൾറെഡി ഉണ്ട്, കോട്ട് ഉണ്ട്, നോക്കി π/4 എന്ന് കിട്ടും. എന്നിട്ട് π/4. പക്ഷെ 15π/4 ആണ്. അപ്പൊ നമുക്ക് നോക്കി അതിന് അടുത്തുള്ളത് ഏതാ? 4 × 4π ചെയ്യുമ്പോഴാ 16π എന്ന് അടുത്തുള്ളത് 16π. അപ്പൊ ഇവിടെ എന്ത് കൊടുക്കാം? നമുക്ക് 4π കൊടുത്തു. അപ്പൊ 4 × 4 16π. പക്ഷെ 15 മതി. അപ്പൊ -π. 16π - π കണ്ടോ? ഇതറിയാലോ ഇത് ചെയ്യാനായിട്ട്. കണ്ടോ? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന കേട്ടോ. 4π - π/4 എന്ന് പറഞ്ഞാൽ ചെറുതാക്കുമ്പോൾ എത്ര വരും? 4 × 4π 16π മൈനസ് കണ്ടോ 1 × π/4. 16π - π 15π/4. അങ്ങനെ കേട്ടോ. ഇത് ഇങ്ങനെ എഴുതാം. നമുക്ക് മൈനസ് ഓഫ് 4πയുടെ സ്ഥാനത്ത് ഞാൻ പറഞ്ഞു എന്ത് കൊടുക്കാം? 2π എന്ന് കൊടുക്കാം. 2π - π/4 എന്ന് കൊടുക്കാം. π/4. കോട്ട് ഓഫ് 2π - തീറ്റ എന്താ? ഫോർത്ത് ക്വാഡ്രന്റിലേക്ക് പോകുന്നത് കോസ് മാത്രമേ ഉള്ളൂ പോസിറ്റീവ്. ഇത് നെഗറ്റീവ് മൈനസ് കോട്ട് തീറ്റയാണ്. ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, വീണ്ടും ഒരു മൈനസ്. കാരണം കോട്ട് 2π - തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് കോട്ട് എത്രയാ? തീറ്റ. തീറ്റയുടെ സ്ഥാനത്ത് π/4. മൈനസും മൈനസും എന്താവും? പ്ലസ് ആവും. പ്ലസ് കോട്ട് π/4. π/4 എന്ന് പറഞ്ഞാൽ 45. കോട്ട് 45ന്റെ വാല്യൂ എത്രയാ? tan 45 1 ആണ്. കോട്ട് 45 എത്ര തന്നെയാ? അതിന്റെ റെസിപ്രോക്കലും 1. മനസ്സിലായല്ലോ? അപ്പൊ കോട്ട് π/4ന്റെ ആൻസർ എത്ര തന്നെ കിട്ടി? 1. മക്കളെ നമ്മളപ്പം ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തു. ഞാൻ പറയില്ലേ പാർട്ട് 1 ആക്കി. ഞാൻ ഇതിൽ കൂടുതൽ നിങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. ഞാൻ തൊട്ടടുത്ത് നാളെ തന്നെ ഞാൻ എന്ത് ചെയ്യാം? ഇതിന്റെ പാർട്ട് 2 ഇടാം. നിങ്ങൾ അത് ആദ്യമേ ഇത് കണ്ട് മനസ്സിലാക്കി പഠിക്കണം, നന്നായിട്ട് പഠിക്കണം. ഡൗട്ട്സ് വരണം. ഇത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യണം. കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്താലേ ഒരു ട്രിഗ്നോമെട്രി പഠിക്കാൻ പറ്റും. സോ നമുക്ക് പുതിയൊരു വീഡിയോ, അതായത് പുതിയെന്ന് പറഞ്ഞാൽ ഇതിന്റെ പാർട്ട് 2 ആയിട്ട് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിലേക്ക് വരാം. അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ, ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം. ഓക്കെ, ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.